യേശുവിന്റെ വിളിക്കാത്തൊരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. എവിടെ വേണേലും നോക്കിക്കോ, നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് ഇങ്ങനെ കർത്താവ് കാണിച്ചേ, ഒരു ആട്ടിടയനെ രാജാവാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വിക്കനെ 25 ലക്ഷം ജനത്തെ നയിക്കാനുള്ള ഒരു അഭിഷേകം കൊടുത്ത വിളി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരൊറ്റ വിളിക്കകത്ത്, ഹല്ലേലൂയ, ഒരൊറ്റ വിളിക്കകത്ത് കർത്താവിന്റെ അഭിഷേകം മുഴുവൻ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം, ആ ഫീൽ എനിക്കറിയാം. ഹല്ലേലൂയ. ഒരൊറ്റ വിളിക്കകത്ത്, ഹല്ലേലൂയ, അവന്റെ മുഴുവൻ അഭിഷേകവും. ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കർത്താവ് ആ വിളിക്കകത്തേക്ക് എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ശൗലിനെ പൗലോസാക്കിയ വിളി. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയട്ടെ, ഇന്ന് പഴയ നിയമത്തിൽ നോക്കുമ്പോൾ ദാസന്മാരായുള്ള വിളിയാ. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക, ആ വിളിയല്ല നമ്മുടെ മേലുള്ളത്. ഹല്ലേലൂയ. പുത്രൻ, ഹല്ലേലൂയ, സ്വന്തം രക്തം കൊടുത്ത് നമ്മളെ വിലക്കി വാങ്ങിയ അവന്റെ സ്വന്തം രക്തത്തിന്റെ ഉടമകളാണ് നമ്മള്. ഹല്ലേലൂയ. അന്ന് ഞാൻ പറയട്ടെ, യേശു ഉയർത്തെഴുന്നേറ്റ അതേ ശക്തിയോടെ ആ വിളിയിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. യേശു എങ്ങനെയാണ് ഭൂമിയിൽ നടന്നത്, അതുപോലെ ഹല്ലേലൂയ, ദാസന്മാർക്ക് കൊടുത്ത അഭിഷേകമല്ല നമുക്ക്. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഈ ലോകത്തെ പിടിച്ചടക്കാനുള്ള ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വിക്കനെയും കൊണ്ട് 25 ലക്ഷം ജനത്തെ നയിക്കാൻ പറ്റുമെങ്കിൽ നമ്മളെയും കൊണ്ട് കർത്താവിന് എത്രയധികം ചെയ്യാൻ പറ്റും? നമ്മുടെ ഹൃദയം എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവെ, ആ വിളി എന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കും ഇന്ന് രാത്രി നമ്മുടെ യേശു വലിയവനാ. ഹല്ലേലൂയ. നമ്മുടെ യേശു വലിയവനാ. അടുത്തേക്ക് ആള് പറ, നമ്മുടെ യേശു വലിയവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തേക്ക് ആൾ കൈ എടുത്ത് മുഖത്ത് നോക്കി പറ, യേശു വലിയവനാ. ഹല്ലേലൂയ. നമ്മുടെ ഏത് പ്രശ്നമായിക്കോട്ടെ, എന്ത് പ്രശ്നമായിക്കോട്ടെ, എന്റെ യേശു അതിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് ആരാധിക്കാൻ റെഡിയാ? ഹൃദയത്തിൽ നിന്ന് പാടി തുടങ്ങിക്ക്. ഓ ശരന്ത് എമ്മേലോ ഇനി എന്റെ ഭവനത്തിലോ. എത്ര പേര് പാടും? എത്ര പേര് പാടും എന്റെ കൂടെ? എന്മേലോ ഇനി എന്റെ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. ഒന്ന് പാടാ, കൂടെ പാടാവോ? എന്മേലോ ഇനി എന്റെ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. എന്മേലോ ഇനി എന്റെ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. ക്രൂശിലേശുതെല്ലാം സഹിച്ചതാ ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. ക്രൂശിലേശുതെല്ലാം സഹിച്ചതാ ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. ലോകത്തിനെന്റെ മേൽ കാര്യമില്ല, ശാപത്തിനെന്റെ മേൽ ജയവുമില്ല. ലോകത്തിനെന്റെ മേൽ കാര്യമില്ല, ശാപത്തിനെന്റെ മേൽ ജയവുമില്ല. ക്രൂശിലേശു എല്ലാം സഹിച്ചത ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. ക്രൂശിലേശുതെല്ലാം സഹിച്ചത ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയ മാറ്റമല്ലയോ വമിച്ചതെൻ ജീവിതം. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയ മാറ്റമല്ലയോ എൻ ജീവിതം. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്തതന്റെ കൃപയാ. മാറ്റിയല്ലോ മാറ്റമില്ലാത്തതന്റെ കൃപയാ. വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എന്നിക്കെത്തിടാം അവൻ ചെയ്തത്. വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എന്നിക്കെത്തിടാം അവൻ ചെയ്തത്. ആയിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. ആയിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനൊന്നും ശക്തനല്ലയോ. ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനൊന്നും ശക്തനല്ലയോ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നേ.
എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരികമില്ലേ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയിൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. ചെങ്കടലിലും വഴി തുറക്കാം ഞാൻ ശക്തനല്ലയോ. ചെങ്കടലിലും വഴി തുറക്കാം യേശുവൊന്നും ശക്തനല്ലയോ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മദ്യവാനിൽ വെളിപ്പെടുവാൻ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മദ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം പ്രസന്നമായി പ്രിയരേ ഒരുങ്ങാം. കാലം പ്രസന്നമായി പ്രിയരേ ഒരുങ്ങാം ശുദ്ധിയോടെ. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ ഒന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന ഒന്നാളിൽ പ്രിയൻ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മദ്യവാനിൽ വെളിപ്പെടുവാൻ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മദ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം പ്രസന്നമായി പ്രിയരേ ഒരുങ്ങാം ശുദ്ധിയോടെ. കാലം പ്രസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ. കരന്തേരി കരാചാരി കരന്തേ കരന്തേരി കരന്തേരി കരാച കരന്തേരി കരന്തേരി കരാച കരന്തേരി കരാചാരി കരന്തേ കരന്തേരി കരാചാരി കരന്തേ കരന്തേരി കരാചാരി കരന്തേ കരന്തേ കരന്തേരി കരാബ കരന്തേരി കരാച കരന്തേരി 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 കരന്തേ കരന്തേരി കരാചാരി കരന്തേ. अन्य भाषा के साथ करंतेरी कराचारी करंते करंतेरी करंतेरी का बाबा 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 करंतेरी कराचा करंतेरी की बी 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 करंते करंतेरी अंदर शरणधरी बी 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 ओ शरणधरी अंदर बी 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 अंदर शरणधरी अंदर ओ शरणधरी अंदर बी बी अंदर शरणधरी. പരിശുദ്ധൻ മഹോന്നത ദൈവം പരിലെങ്ങും വിളങ്ങും മഹേശൻ. സ്വർണ്ണീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരിലെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. ഹല്ലേലൂയാ 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 ആമേൻ. ഉഷാരന്ധരേ അന്യ ഭാഷയിലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു. ഓരാന്ധരേ ബി ബി ആരന്ധേ അഷാരന്ധരേ ഓ ഓ ശരന്ധരേ ബി 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 ആരന്ധേ അഷാരന്ധരേ ബി ബി ആരന്ധേ ഓ ശരന്ധരേ ബി ബി ആരന്ധേ അഷാരന്ധരേ ബി ബി ആ സാന്നിധ്യത്തിനായി ഓ ശരന്ധരേ. നീ പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും
സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും യോഗ്യനാ. എത്ര പേര് പറയും യേശു നീ അയോഗ്യൻ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവസ്തുതിക്കും യോഗ്യനായവൻ എന്റെ യേശു. ഓരന്തര എത്ര പേര് പറയും എന്റെ യേശു സർവസ്തുതിക്കും യോഗ്യനായവൻ. സത്യം പറഞ്ഞ ആ സാന്നിധ്യം എനിക്ക് മുന്നോട്ട് ആരാധിക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് തിരിച്ചറിയാവുന്ന ഒരു സാന്നിധ്യത്തിനകത്താണ് നിൽക്കുന്നത്. എത്ര പാടിയാലും മതിയാതെ നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാ, ആരാധനയും സ്തുതി ബഹുമാനം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ, ആരാധനയും സ്തുതി ബഹുമാനം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ഞാനൊരു സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കാം. ഇന്ന് നടന്നൊരു സാക്ഷ്യമാണ്. ഹല്ലേലൂയ. ഞാൻ ജീവിതത്തോട് ഷെയർ ചെയ്തില്ല, പക്ഷെ ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാം. ഹല്ലേലൂയ. എത്ര വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ കർത്താവ് നമ്മുടെ ആവശ്യത്തിന്മേല് അന്നേരം വാതിൽ തുറക്കും. ഹല്ലേലൂയ. അന്നേരം വാതിൽ തുറക്കും. ഹല്ലേലൂയ. കുറച്ച് കഴിഞ്ഞിട്ടല്ല, ഹല്ലേലൂയ, നീ കുറച്ചുകൂടെ ഭാരപ്പെട്ടിട്ടല്ല, അന്നേരം കർത്താവ് വാതിൽ തുറക്കും. ഹല്ലേലൂയ. ഇനി ഒരു സാമ്പത്തികമായിട്ട് വലിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. എത്ര പേര് സാക്ഷ്യം കേൾക്കാൻ റെഡിയാണ്? ഹല്ലേലൂയ. ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് ഞാൻ പറയട്ടെ, സാമ്പത്തികമായിട്ട് ആവശ്യത്തിന് മുമ്പിൽ നിൽക്കുന്നതോട് ഞാൻ പറയാം, കർത്താവ് അന്നേരം തുറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നേരം തുറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാന് ഇന്ന് എനിക്ക് അടുത്ത ദിവസം, അതായത് തിങ്കളാഴ്ച, എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. പൈസ നാട്ടിലേക്കാണ് ആവശ്യം. ഒരു 1,00,000 രൂപയുടെ ആവശ്യമുണ്ട്. എന്നാൽ ഇന്ന് കർത്താവ് ഒരു അത്ഭുതം ചെയ്തു. എനിക്കൊരു 7 മാസം കഴിഞ്ഞ് കിട്ടേണ്ട ഒരു ഫണ്ട് ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് റിലീസ് ചെയ്തു. ഹല്ലേലൂയ. 1,00,000 രൂപയല്ല, ഹല്ലേലൂയ, 3.5 ലക്ഷം രൂപ കർത്താവ് റിലീസ് ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, കർത്താവ് മിച്ചത്തിന്റെ കർത്താവാണ്. ഹല്ലേലൂയ. എങ്ങനെ ആരാധിക്കാതിരിക്കാൻ പറ്റും? ഹല്ലേലൂയ, ഹല്ലേലൂയ. വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ, നീ എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ, ഞാൻ പറയട്ടെ, യേശു നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. കരങ്ങളൊക്കെ എടുത്ത് വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എന്നിക്കിടാമോ അവൻ ചെയ്തത്, വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എന്നിക്കിടാമോ അവൻ ചെയ്തത്, ആനന്ദഹാസങ്ങളെ ഉയർത്തി ആയിരമായി സ്തുതിച്ചിടുമേ, ആനന്ദഹാസങ്ങളെ ഉയർത്തി. വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എന്നിക്കിടാമോ അവൻ ചെയ്തത്, വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എന്നിക്കിടാമോ അവൻ ചെയ്തത്, ആയിരമായി സ്തുതിച്ചിടുമേ, ആനന്ദഹാസങ്ങളെ ഉയർത്തി ആയിരമായി സ്തുതിച്ചിടുമേ, ആനന്ദഹാസങ്ങളെ ഉയർത്തി പാടിസ്തുതിക്കുമെന്നും ഞാൻ എന്റെ കാഴ്ചയിലോർത്തീശനെ, പാടിസ്തുതിക്കുമെന്നും ഞാൻ എന്റെ കാഴ്ചയിലോർത്തീശനെ, വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എന്നിക്കിടാമോ അവൻ ചെയ്തത്, വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എന്നിക്കിടാമോ അവൻ ചെയ്തത്, സ്തുതിച്ചിടുമേ, ആനന്ദഹാസങ്ങളെ ഉയർത്തി ആയിരമായി സ്തുതിച്ചിടുമേ, ആനന്ദഹാസങ്ങളെ ഉയർത്തി. Karam Deri Karaja, 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 Karam Deri
പെരുവെള്ളത്തിൽ നീരച്ചിൽ പോലെ സ്തുതിച്ചിടുക യേശുവിൻ നാമം ആമേൻ പെരുവെള്ളത്തിൽ നീരച്ചിൽ പോലെ സ്തുതിച്ചിടുക യേശുവിൻ നാമം ആമേൻ ഹല്ലേലൂയ 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 മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന് ആമേൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ശക്തിയും ബലവും യേശുവിന് എന്റെ കർത്താവേ എന്റെ യേശുവേ നീയൊഴികെ എനിക്കൊരു നന്മയുമില്ല എന്റെ കർത്താവേ എന്റെ യേശുവേ നീയൊഴികെ എനിക്കൊരു നന്മയുമില്ല ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് സ്പെഷ്യന്മാർ തന്നെ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് സ്പെഷ്യന്മാർ തന്നെ ഹല്ലേലൂയ 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 മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന് ആമേൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന് ഇന്നതെല്ലാം യേശു നമ്മെ നിർത്തിയതാ നേടിയതല്ല യേശു എല്ലാം തന്നതല്ലേ നിന്നതെല്ലാം യേശു എന്നെ നിർത്തിയതാ നേടിയതല്ല യേശു എല്ലാം തന്നതല്ലേ നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാ നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാ ഇത്രത്തോളം ജയം തന്ന യേശുവിന് സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം ഇത്രത്തോളം ജയം തന്ന യേശുവിന് സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം ഇനിയും കൃപ തോന്നി ഹല്ലേലൂയ. ഇത്രത്തോളം ജയം തന്നു, ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ജയം തന്നു കർത്താവ് എന്ന് പറയുന്നവർ ആർത്ത് വിളിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തി. ഇത്രത്തോളം നടത്തിയവൻ, the one who brought us till this level, he will never change. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഇന്ന് ഈ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ പിതാവിൻ്റെ കൂടെയാണ് നമ്മളിരിക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചവൻ നമ്മളോട് കൂട്ടായ്മ ആചരിക്കാൻ, നമ്മൾ പറയുന്നത് കേൾക്കാൻ, അവൻ പറയുന്നത് നമ്മൾക്ക് കേൾക്കാൻ ഒക്കെ ഉള്ള അടുപ്പത്തിൽ, ആ ക്ലോസ്നെസ്സിലാണ് നമ്മളിന്നിരിക്കുന്നത്. എനിക്കൊരു കാര്യം ഒന്ന് ഉറപ്പുണ്ട്, ഇന്ന് കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ പ്രത്യേകിച്ചൊരു പ്രാർത്ഥനയില്ലാതെ, പ്രത്യേകിച്ചൊരു ആവശ്യം പറയാതെ, ഒരു സ്പെസിഫിക് പ്രെയർ റിക്വസ്റ്റ് പോലും ഇല്ലാതെ അത്ഭുതങ്ങൾ ഇന്ന് സംഭവിക്കും. രോഗസൗഖ്യം സംഭവിക്കും, വിടുതലുകൾ സംഭവിക്കും, ജീവിതത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും, ഉയർച്ചകളുണ്ടാവും. ഇത് മുഴുവൻ ദൈവവചനം എന്ന് പറയുന്ന ജീവനകത്ത് ഉള്ളതുകൊണ്ട് wherever this word get released, automatically all these things will happen, and that is going to happen in such a manner that you will never ever imagine. Amen. Hallelujah. So ready for it, ready to take it, prepare the ground, prepare your mindset, open up your mind, enlarge your vision, and get ready to receive his word. Hallelujah. Hallelujah. So the word is life. Wherever it falls, if that ground is ready, if that ground is ready to take it and wait to have the result, certainly I can say the sprout will come out and that will grow. Amen. Hallelujah. Not only a growth, but it will bear fruit, and that fruit will last forever. Thank you, Jesus. Hallelujah. Hallelujah. So the word which will get released, that will bring you the result for sure.
only condition is that you should be ready to receive it. If you just reject it, okay, it is just quite practice that, okay, every week I hear the word of God and nothing happened in my life, nothing will change. But certainly I can say that if you receive it, if you believe that Jesus is alive today and he is approachable for each and every one of us, then this will start creating its way and its life. Amen. Hallelujah. It will impart life into your issues. There may be darkness, there may be issues. You may be facing a lot of issues. You don't know how to deal with it. But in that area, his words will spread life, and that life will resolve all these issues, and that will make you enable stand aside. Amen. Hallelujah. 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 You will just stand aside, but God will deal it. Amen. Hallelujah. 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 You should not worry about it. You will just stand aside, but he will do it. He will come into your issue. He will come into the situation, and he will show who he is. Hallelujah. Hallelujah. See how it happens. Jesus is approachable. യേശു ഒരിക്കലും ഒരു പ്രത്യേക വിഭാഗത്തിനെയോ പ്രത്യേക കുറേ ആൾക്കാരെയോ സെലക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നോളാം എന്നല്ല പറഞ്ഞത്. സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം യേശു വന്നപ്പോഴത്തെ ആദ്യത്തെ ഡിക്ലറേഷൻ അതായിരുന്നു. എല്ലാവർക്കും വേണ്ടി, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന സകലർക്കും വേണ്ടി നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നനാണ്. ഇന്ന് യാതൊരു വ്യത്യാസവുമില്ല. ഞാൻ സീനിയറാണ്, ഞാൻ ഇത്ര നാളും മുമ്പ് യേശുവിനെ അറിഞ്ഞു, ഞാൻ ഇപ്പോഴേ അറിഞ്ഞുള്ളൂ, ഇതിൽ യാതൊരു വ്യത്യാസവുമില്ല. എന്നറിഞ്ഞതാണെങ്കിലും നിങ്ങൾ അവനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശുവിനെ പേഴ്സണലി ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക്, യേശു എൻ്റെ കർത്താവാണ്, ഹീസ് മൈ ലോർഡ് എന്ന് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്ന നിമിഷം, ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് വായ് കൊണ്ട് അത് ഏറ്റു പറയുന്ന നിമിഷം, നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫ് മാറി. ഇന്ന് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ഓരോരുത്തരും, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും, എനിക്കറിയാം നിങ്ങൾ യേശു ക്രിസ്തുവാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷകൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവ്, ലോർഡ് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ച് നിങ്ങളത് ഡിക്ലെയർ ചെയ്ത സമയം നിങ്ങളുടെ ഓണർഷിപ്പ്, നിങ്ങളുടെ ടൈറ്റിൽ മാറി. നിങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഇന്ന് യേശുവിൻ്റെ കയ്യിലാണ്. യു ആർ നോ മോർ ആൻ ഓണർ ഓഫ് യുവർ സെൽഫ്. നമുക്കാർക്കും നമ്മളുടെ മേലൊരു ഉടമസ്ഥാവകാശമില്ല. ഇന്ന് ഞാൻ യേശുവിൻ്റെ വകയാണ്. യേശു ക്രിസ്തുവാണ് എൻ്റെ കർത്താവെന്ന് ഡിക്ലെയർ ചെയ്ത് എത്ര പേരുന്നുണ്ട്? നിങ്ങൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞ്, ഞാനല്ല യേശുവായി ജീവിക്കുന്നത്, ഞാനല്ല യേശുവായി ജീവിക്കുന്നത്, എനിക്കിനി എൻ്റെ കയ്യിൽ ഒരു കൺട്രോളും ഇല്ല. ഹീ ഈസ് ദ വൺ ഹു ഈസ് ഡ്വെല്ലിംഗ് ഇൻ മീ. നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്തൊരു കാര്യമാണ്, യേശു എൻ്റെ ഉള്ളിലുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയുമ്പോൾ it is a little bit confusing. When you declare Jesus as your Lord, you started a personal relationship with him. That means he is taking care of you. And when you have a relation with him, you will have communication. It is not just the prayer, it is a love affair. See, even in human beings, when we have an affair, you may not be talking to that person 24/7. Talking maybe a little bit less, but that love which is pouring out of your heart, that happens 24/7. You don't know how it comes out of you. In the same way, when you have a continuous relationship with Jesus, it may not be a 24/7 prayer, but it is a flow of love, flow of affection from you. Your heart deserves it. You need his connection. You are thirsty. But it can change into prayer. It can change into worship. It can take different dimensions. But the love matters.
You love Jesus. That changes the whole thing. Hallelujah. യേശുവുമായിട്ടുള്ള എൻ്റെ ബന്ധം, ഞാൻ അവനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ, യേശു പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നതിന് വേണ്ടി ഞാൻ വെളിപ്പെടുത്തും. ഞാൻ പിന്നെ എൻ്റെ കാര്യങ്ങൾ, ഞാൻ അവൻ്റെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ ഏറ്റെടുക്കാൻ പോകും. അത് കഴിയുമ്പോൾ, ഞാൻ യേശുവിനെ ഏറ്റെടുത്ത് എൻ്റെ ജീവിതത്തിൽ അവനാണ് എൻ്റെ ലോർഡ്, അവനാണ് എൻ്റെ കർത്താവെന്ന് ഞാൻ പറഞ്ഞു കഴിയുന്ന നിമിഷം എന്താ സംഭവിക്കുന്നത്? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നു എന്ന് വചനം പറയും. ഇറ്റ് ഈസ് ബിറ്റ് കൺഫ്യൂസിങ്. ഞാനത് വീണ്ടും ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. യേശു നിങ്ങളുടെ ഉള്ളിൽ വന്ന് താമസിക്കുകയാണോ ചെയ്യുന്നത്? പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള ഒരു സംഗതിയാണത്. അതായത് യേശു എൻ്റെ ഉള്ളിൽ വസിക്കും. റിയലി ജീസസ് നമ്മുടെ അകത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ? യേശു എൻ്റെ ഉള്ളിലാണോ അതോ വേറെ എവിടെയെങ്കിലും ആണോ? യേശു പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് അവനോടൊപ്പം സിംഹാസനത്തിൽ ഇന്നിരിക്കുക. പക്ഷേ ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട്. Christ is the faculty or that software which enabled Jesus to walk in this earth as a human being, but to have a victorious life with a total continual fellowship with his Father. യേശു ഭൂമിയിൽ എങ്ങനെ നടന്നോ, പിതാവിൽ നിന്ന് വന്ന് ഈ ഭൂമിയിൽ നടന്ന് ജയകരമായിട്ട് ജീവിച്ച് സകല കാര്യങ്ങളും ഈ ഭൂമിയിൽ പറഞ്ഞിരുന്നത് മുഴുവൻ ചെയ്ത് തിരിച്ച് മിഷൻ അക്കംപ്ലിഷ് ചെയ്തിട്ട് പിതാവിൻ്റെ അടുക്ക പോയപ്പോൾ യേശുവിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ അതേ അംശം ഇന്ന് എൻ്റെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. മനസ്സിലാകുന്നുണ്ട്? ദാറ്റ് ക്രൈസ്റ്റ് who made Jesus enabled to walk as God himself in this earth is in you. യേശു എങ്ങനെ ഭൂമിയിൽ നടന്നു അതുപോലെ നടക്കാൻ ഉള്ള ഫാക്കൽറ്റി എൻ്റെ നിങ്ങളുടെ അകത്ത് യേശുവിനെ വിശ്വസിച്ചപ്പോൾ കർത്താവ് തന്നു. യേശു സ്നാനപ്പെട്ട് കയറി വരുമ്പോൾ പിതാവ് അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് സ്നാനപ്പെട്ട് എഴുന്നേറ്റ് വന്ന് നമ്മൾ ഓരോരുത്തരും എഴുന്നേറ്റ് വന്നപ്പോഴും ഇതേ ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഇവൾ എൻ്റെ പ്രിയപുത്രി, ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. വാട്ട് എവർ ഹാപ്പൻ ടു ജീസസ് ഈസ് കംപ്ലീറ്റ്ലി റിപ്പീറ്റിംഗ് ടുഡേ ഓൺ മീ. യേശു പറഞ്ഞു, പിതാവേ ഞാൻ പറഞ്ഞാൽ നീ കേൾക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ അതുകൊണ്ടല്ല, ഇവിടെ നിൽക്കുന്നവർ ബോധ്യപ്പെടേണ്ടതിന് ലാസർ ഉയർത്തെഴുന്നേക്കണം. ഇന്ന് ഇതുപോലെ തന്നെയുള്ള ഉറപ്പിലായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. പിതാവെ ഞാൻ പറഞ്ഞാൽ നീ കേൾക്കും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പറയുന്നവൻ്റെ കാര്യമാണ് യേശു പറഞ്ഞത്. ഒരുവൻ സംശയിക്കാതെ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അത് കടലിൽ ചാടിയിരിക്കും നിശ്ചയം. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലിരിക്കുന്നത് യേശുവിൻ്റെ ഉള്ളിലിരുന്ന അതേ ദൈവത്തിൻ്റെ ആത്മാവ്. We were so privileged to have that specific anointing in us, the godly portion in us. നമുക്ക് വല്ല യോഗ്യതയുണ്ടായിരുന്നു, പക്ഷെ ഇതൊന്നും ഇല്ലാഞ്ഞിട്ടും out of sheer love he gave that same Christ in us. The God who breathed the life in us, that life is in us today. എല്ലാം ഉണ്ടാകട്ടെ എന്ന് വാ തുറന്ന് പറഞ്ഞവൻ്റെ അതേ ആത്മാവ് എൻ്റെ അകത്തിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും സൂക്ഷിച്ച് പറയണമെന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന നല്ല വാക്കുകൾ തന്നെയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ക്രിയ ചെയ്യും. അരുതാത്തത് പുറപ്പെട്ടാൽ അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് നമുക്ക് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് പറയുന്ന കാര്യം, നമ്മുടെ അകത്തിരിക്കുന്നത് ക്രിയേറ്റീവ് എഫക്റ്റാണ്. യേശുവിൻ്റെ അതേ ആത്മാവാണ് നമ്മുടെ അകത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ആത്മാവ് അകത്ത് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ക്രിസ്തുവിലേക്കാണ് നോക്കുന്നത്. വിശ്വാസത്തിലാണ് ഞാൻ നടക്കുന്നത്. എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല ദൈവം പ്രസാദിക്കുന്നത്, ദൈവം ഓൾറെഡി എൻ്റെ മേൽ പ്രസാദിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് തുടങ്ങുമ്പോൾ
കഴിഞ്ഞ ആഴ്ച ഞാൻ വായിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാതെ വിട്ടുപോയ ഭാഗത്തേക്കാണ് ഞാൻ വരുന്നത്. അവിടേക്കാണ് നമ്മൾ വന്ന് ലാൻഡ് ചെയ്യുന്നത്. അതായത് ദ ഗ്ലോറി വിൽ ഗെറ്റ് മാനിഫെസ്റ്റഡ് ഫ്രം അസ്. അവൻ്റെ മഹത്വം നമ്മളിൽ നിന്ന് വെളിപ്പെടാൻ തുടങ്ങും. എൻ്റെ പ്രവൃത്തി കൊണ്ടല്ലെന്നും ദൈവം ഓൾറെഡി എന്നിൽ പ്രസാദിച്ചിരിക്കുകയാണെന്നും യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചതോടുകൂടി വിശ്വാസം കൊണ്ട് മാത്രം ദൈവം ഇന്ന് എനിക്ക് അനുകൂലമായി തീർന്നെന്നും വിശ്വസിക്കുന്നവർ പ്രവൃത്തിയിൽ ആശ്രയിക്കാതെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണ് എനിക്കിത് കിട്ടുന്നത് എന്ന് ആഗ്രഹിക്കാതെ, പകരം യേശു മരിച്ച് എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തു, ഇന്ന് ഞാൻ അവനെ കർത്താവാക്കിയിരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം മകനാണ്, മകളാണെന്ന് ധൈര്യത്തോടെ വിശ്വസിച്ച് തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ അതേ ഗ്ലോറി എന്നിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, 2-ാം ലേഖനത്തിൻ്റെ ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനത് അവിടേക്ക് പോയില്ല, പക്ഷേ അത് വീണ്ടും അങ്ങോട്ട് തന്നെ തിരിച്ച് കർത്താവ് നമ്മളെ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക. 2 Corinthians chapter 3. അതിൻ്റെ വേഴ്സ് 18 ഞാൻ തന്നെ വായിക്കാം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഈ വാക്യം ആ അധ്യായം ഏകദേശം അവസാനിക്കുമ്പോൾ കൺക്ലൂഡ് ചെയ്താൽ പറയുന്നു. അതിൻ്റെ മുമ്പിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആ അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ നമുക്കറിയാം 2 തരം തേജസ്സിനെ പറ്റിയാണ് പറയുന്നത്. ഒന്ന്, മോശയുടെ ശുശ്രൂഷയിൽ കൂടെ ഉണ്ടായ ദൈവ തേജസ്, അതായത് ന്യായപ്രമാണം. ഞാൻ ഇന്നത് ചെയ്ത് ദൈവത്തെ പ്ലീസ് ചെയ്യണം, ഞാൻ ഇന്ന പ്രവർത്തികൾ ചെയ്ത് കഴിയുമ്പോൾ ദൈവം എന്നിൽ പ്രസാദിക്കും, എൻ്റെ മേൽ ഒരു തേജസ് ഉണ്ടാവും. താൽക്കാലികമായിട്ട്, അതായത് ഒരു ടെമ്പററി ഗ്ലോറി എൻ്റെ മേൽ ഇമ്പ്യൂട്ട് ചെയ്യപ്പെടുന്നൊരു സാഹചര്യം. അതായത് ഐ am doing many things to please God and temporarily a glory is coming on me. That was the first glory, which is the law, the Mosaic law. നമ്മൾ ന്യായപ്രമാണം എന്ന് പറയുന്ന പ്രവർത്തികൾ കൊണ്ട് കിട്ടുന്ന നീതി. മനസ്സിലാകുന്നുണ്ടോ? That has a glory. That has a glory. That is what God reflected on Moses. നമുക്കറിയാമല്ലോ, ആ ടാബ്ലറ്റ് ദൈവത്തിൽ നിന്ന് വാങ്ങിച്ച് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ, മോശ കൽപ്പലകയ്ക്കകത്ത് കൽപ്പന വാങ്ങിച്ച് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖത്ത് ഗ്ലോറി ഉണ്ടായിരുന്നു. He was reflecting glory. So Israelites couldn't even look at him. So he put a veil on his face. But Moses put the veil for a while. After that he could have just removed it. Why? This glory was not lasting forever. It was moving away. ആ അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, മോശയുടെ മുഖത്തെ ഗ്ലോറി കുറെ കഴിയുമ്പോൾ മാറിപ്പോവും. അപ്പോഴെന്ത് ചെയ്യും? മോശ മൂടുപടം മാറ്റിക്കളയാം. ബട്ട് till then, when that glory is there, nobody can look at him, so he will put a veil on his face. മുഖം മറച്ചിരിക്കുക, കാരണം ഈ ഗ്ലോറി പുറത്തു വരുന്ന ആർക്കും നോക്കാൻ പറ്റത്തില്ല. But it was temporary. Even for a temporary presence of glory, he had to use a veil. മാറിപ്പോകുന്നൊരു തേജസ്സിന് പോലും മൂടുപടം ഇടണമായിരുന്നു. ഹല്ലേലൂയ. സോ മാറിപ്പോകുന്നതിന് മൂടുപടം ഇടണമെങ്കിൽ മാറിപ്പോകാത്ത ഒരു ഗ്ലോറി എത്ര വലുതായിരിക്കും. ഈ മോശയുടെ മുഖത്തേക്ക് നോക്കി, അല്ലെങ്കിൽ ഞാൻ ചെയ്യണം, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്താണ് ഈ കാര്യങ്ങൾ സാധിക്കുന്നത്, അല്ലെങ്കിൽ I have to do something to please God. When you do something, it is exactly like you are putting a veil on the glory. But when you look at Christ, that you have been justified or you have been cleansed by my blood, you should not do any other work എന്ന് പറയുന്ന വിശ്വാസത്തിലേക്ക്, അതായത് just by faith I have righteousness.
എന്ന് പറയാനുള്ള ധൈര്യം വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ, ദിസ് വെയിൽ വിൽ ഗെറ്റ് റിമൂവ്ഡ് ഫ്രം യു ആൻഡ് യു വിൽ സ്റ്റാർട്ട് റിഫ്ലക്റ്റിംഗ് ഹിസ് ഗ്ലോറി ടു ദ വേൾഡ്. Hallelujah. How many of you really believe that you should not do anything further? Jesus has done everything. Are you believing it? If you believe that, then this veil has been removed. You will start reflecting his glory. It is very difficult to believe sometimes that you are radiating glory. Why? Because we are not tuning our mind into that. നമുക്കിത് വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ that glory is manifesting, that glory is getting reflected from us. നമ്മൾ ഓരോരുത്തരിൽ നിന്ന് ഈ മഹത്വം പുറപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ പോലും അറിയാതെ ഈ മഹത്വം പുറപ്പെട്ടു തുടങ്ങുമ്പോഴാണ് എൻ്റെ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ വ്യത്യാസം വന്നു തുടങ്ങുന്നത്. ഹല്ലേലൂയ. വിശ്വസിച്ച് കർത്താവുമായിട്ടുള്ള നിരന്തര ബന്ധത്തിനകത്ത് നിൽക്കുന്ന ഒരാളിൽ നിന്ന് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ദിസ് ഗ്ലോറി വിൽ സ്റ്റാർട്ട് ചേഞ്ച് എവറിത്തിങ്. എൻ്റെ നിങ്ങളുടെ സിറ്റുവേഷൻസ് മാറാൻ തുടങ്ങുന്നത്, ഞാനും നിങ്ങളും അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് നടക്കാൻ തുടങ്ങുന്നത് എന്നിൽ ഈ കർത്താവിൻ്റെ ഗ്ലോറി പുറപ്പെട്ടു തുടങ്ങുമ്പോഴാണ്. ഈ ഗ്ലോറി എവിടെയാണ് പുറപ്പെട്ടു തുടങ്ങുന്നത്? ഞാൻ അവനുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോഴാണ്. when I have a personal and continuous relationship with him, when I have the love pouring out of my heart, this glory will get manifested to another level. അതുകൊണ്ടാണ് ഈ വാക്യത്തിൻ്റെ അവസാനം പറയുന്നത് എന്തായിരുന്നു? കർത്താവിൻ്റെ ദാനമായ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്. Will this glory get diminished? No, it will increase day by day. When you have the continual relationship, it will keep on increasing. And that will change the whole situation. യേശുവാണ് എൻ്റെ കർത്താവ്, ഞാൻ അവനെ സ്നേഹിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് പറഞ്ഞ് ഞാൻ അവനെ ശരിക്കും സ്നേഹിച്ചു തുടങ്ങുമ്പോൾ, മനുഷ്യരെ ബോധിപ്പിക്കാനല്ല, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ, അവൻ എനിക്ക് ചെയ്തതിന് ഞാൻ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ എൻ്റെ സിറ്റുവേഷൻ മാറാൻ തുടങ്ങും. Then you will fall into his sight. കർത്താവിൻ്റെ കണ്ണിൽ അങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ട് കർത്താവിൻ്റെ കണ്ണ് ലോകം മുഴുവൻ ഇങ്ങനെ നടക്കുക. എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ തിരഞ്ഞെടുത്ത ഒരു അടയാളമാക്കാൻ അന്വേഷിച്ച് നടക്കുന്ന ഒരു കണ്ണുണ്ട്, അതാണ് കർത്താവ്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരാളെ കർത്താവ് തിരഞ്ഞെടുക്കുന്നത് ലോകത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാനാണെങ്കിൽ, അവൻ ഏറ്റവും വീക്കാണെങ്കിൽ അവനെ തന്നെ കർത്താവ് പിക്ക് ചെയ്യും. പലരുടെയും ഇടയ്ക്ക് നിന്ന് ഒരാളെ എടുത്തിട്ട് കർത്താവ് കാണിച്ചു കൊടുത്തിട്ട് പറയും, ഇതാ എന്നെ വിളിച്ചപേക്ഷിക്കുന്നവൻ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവൻ്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ റോഡിൽ കൂടെ ഒക്കെ ഈ കാർ കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ടോ? വലിയ ട്രെയിലറിനകത്ത് ഒത്തിരി കാറുകൾ ഇങ്ങനെ കൊണ്ടുപോകും. പൊടി പിടിച്ച് മുഴുവൻ വൃത്തികേടായിരിക്കുന്ന കുറേ കാറുകൾ അതിനെ കൊണ്ടുപോയി പുതിയൊരു മോഡൽ റിലീസ് ചെയ്യുമ്പോഴാണെങ്കിലും പ്രൊഡക്ഷൻ പ്ലാന്റ് ചെയ്യുന്ന അതിനെ കൊണ്ടുവരുമ്പോൾ മുഴുവൻ അതിനകത്ത് മേ ബി ടോട്ടലി സോയിൽഡ്. That big truck will take all these cars and they will put that one in the distribution center or wherever to an agent or to എന്താ നമ്മൾ സാധാരണ ഇവിടെ പറയുന്നത്, അതിനെന്താ പറയുന്നത്, കാർ വിൽക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ഒരു ഡീലർഷിപ്പ്, അത് തന്നെ ഡീലർഷിപ്പിൽ they put hundreds of those cars in that dealer's parking or garage. പൊടി പിടിച്ച് ഈ കാറുകളെല്ലാം അവിടെ കിടപ്പുണ്ട്. ഇറ്റ്സ് എ ന്യൂ മോഡൽ, they are going to release it. That dealership will pick one car which is totally dirty. They will clean it, then they will polish and beautify it to an extent that no one can believe that it is that old dirty car. They will pick one and they will clean it and they will polish it and they will finish it to the maximum level. Then they will take it into their showroom. They will put it on a turntable. They will put all the lights upon it. They will make it as a showpiece. അവരുടെ മോഡലാക്കി എടുത്തിരിക്കുന്ന അന്നത്തെ അവരെ അവിടെ വെച്ചിരിക്കുന്ന അവരുടെ ഷോ പീസാക്കിയിട്ട് വെച്ചിരിക്കുന്ന ഒരു കാറുണ്ടോ?
അതിനെ അവർ മാക്സിമം പോളിഷ് ചെയ്ത് മാക്സിമം അതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ എക്സലൻസ് മുഴുവൻ കാണത്തക്കവണ്ണം ആ ഷോറൂമിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് ഒരു കറങ്ങുന്ന ടേബിളിനകത്ത് വെച്ച് മുഴുവൻ ചുറ്റും ലൈറ്റ് ഇട്ട് നിർത്തുന്ന ഒരു കാറുണ്ട്. ഒരു 5-6 ദിവസം മുമ്പ് ഈ കാറിൻ്റെ അവസ്ഥ എന്തായിരുന്നു? മറ്റതിൻ്റെ കൂടെ പൊടി പിടിച്ച് ട്രെയിലറിനകത്തിരുന്ന് വന്നതിനെ ഒരെണ്ണത്തിനെ പിക്ക് ചെയ്ത് എടുത്തിട്ട് പറയാം, ദിസ് ഇസ് ദ ന്യൂ മോഡൽ, ദിസ് ഇസ് വാട്ട് ജീസസ് ഡസ്. ആയിരക്കണക്കിന് തള്ളപ്പെട്ട ആൾക്കാരുടെ ഇടയ്ക്ക് ഒന്ന് അവൻ്റെ മഹത്വം കാണിക്കാൻ ദിസ് ഈസ് ദ മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും നിങ്ങളെയും ഇന്ന് ഹാൻഡ് പിക്ക് ചെയ്തെടുത്ത് അവൻ്റെ ഗ്ലോറി മുഴുവൻ എൻ്റെ മേൽ തന്ന് പോളിഷ് ചെയ്യാവുന്നത് മുഴുവൻ ചെയ്ത് ഓരോ ദിവസവും നമ്മളെ ക്ലീൻ ചെയ്ത് ആ ഒരു സ്റ്റേജിൻ്റെ പുറത്ത് നിർത്തി ലൈറ്റ് മുഴുവൻ, അതായത് അറ്റൻഷൻ മുഴുവൻ, ലോകത്തിൻ്റെ മുഴുവൻ അറ്റൻഷനും എൻ്റെ നിങ്ങളുടെയും മേൽ വരത്തക്കവണ്ണം നമ്മളെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന ഒരു ദിവസമുണ്ട്. That polishing is still going on. Just wait. One day you will be on that stage. Amen. Hallelujah. If your deliverance is not yet near to your sight, just wait. He is polishing you and he will certainly put you on the turntable. Amen. Hallelujah. For sure he will put you over there. Amen. Why? Because you have been chosen to be as a showpiece. You have been already chosen to be as a showpiece. എൻ്റെ നിങ്ങളുടെ എലക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്കതിനെപ്പറ്റി ഭാരപ്പെടാനില്ല. കർത്താവ്, ഈ കൂട്ടത്തിൽ വന്ന വണ്ടികളുടെ സ്ഥാനമല്ല ഇന്ന് എന്നെ നിങ്ങളെ ഇന്ന് പോളിഷിംഗ് സ്റ്റേജിലാണ് നിർത്തിയിരിക്കുന്നത്. പലരെയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സാക്ഷികളായിട്ടൊന്ന് നിൽക്കുന്ന പലരെയും കർത്താവ് അനുഗ്രഹിച്ച് നിർത്തിയിരിക്കുന്ന ഓരോരുത്തരെയും നോക്കുമ്പോൾ നമുക്കറിയാം, they have already been on that turntable, but my turn is coming. ഹാലലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ പോളിഷിംഗ് എന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, എന്നെ അവൻ ഹാൻഡ് പിക്ക് ചെയ്ത് കഴിഞ്ഞു. ടുഡേ ഓർ ടുമോറോ ഐ വിൽ ബി ഓൺ ദ ടേൺ ടേബിൾ. ഹാലലൂയ. ദാറ്റ് ലൈറ്റ് വിൽ ബി അപ്പോൺ മീ. ദാറ്റ് ലൈറ്റ് വിൽ ബി അപ്പോൺ മീ. ദ ഹോൾ വേൾഡ് വിൽ ലുക്ക് അറ്റ് മീ. ഹാലലൂയ. ടുഡേ ഓർ ടുമോറോ. I don't care when it is going to happen, but I know that my selection has been happened. He handpicked me. Hallelujah. വേറെ ഒന്നും ചെയ്തിട്ടില്ല. യേശു എൻ്റെ കർത്താവെന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ നിന്നും എന്നെ നിങ്ങളെ പൊടി പിടിച്ച കൂട്ടത്തിൽ നിന്ന് പിക്ക് ചെയ്ത് കഴിഞ്ഞു. Hallelujah. Now he is polishing. If it is getting late, why it is getting late? The only reason is that he is not satisfied. He wants you to be more shiny. Hallelujah. ഇതൊന്നും പോരാ. കർത്താവിന് എന്നെ നിങ്ങളെ ഒരുക്കുന്നത് മതിയായില്ല. നമുക്ക് വേണ്ടി ഒരുക്കുന്നതിൻ്റെ പെർഫെക്ഷനിലേക്ക് എത്തിക്കാൻ ഹി ഈസ് ചിസലിംഗ് ഇറ്റ് ഔട്ട്. Hallelujah. ഇൻട്രിക്കേറ്റ് വർക്ക്സ് എനിക്ക് നിങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയും, ജസ്റ്റ് വെയിറ്റ്. Hallelujah. എന്ന് വിടുതൽ എപ്പോൾ താമസിക്കുന്നോ, ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, ദ മോർ ബ്യൂട്ടിഫിക്കേഷൻ ഈസ് ഹാപ്പനിങ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. താങ്ക് യു ജീസസ്. Hallelujah. Thank you, Jesus. Oh, hallelujah. ഇന്ന് എനിക്ക് കർത്താവ് ഇത്രയും നാളായി ഞാൻ നിൻ്റെ പുറകെ നടക്കുന്നത്, എനിക്കൊന്നും സംഭവിച്ചില്ലെന്ന് പറയുന്നെങ്കിൽ എനിക്ക് ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റും, എത്ര താമസിച്ചോ അത്രയും ഉയരത്തിലേക്ക്, എത്രയും ലേറ്റായോ അത്രയും ബ്യൂട്ടിഫൈ ചെയ്ത് എൻ്റെ കർത്താവ് ഒരുക്കുന്ന കാര്യം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, ബിക്കോസ് യു ഹാവ് ബീൻ ഓൾറെഡി ഹാൻഡ് പിക്ഡ്. യു ഹാവ് ബീൻ ഓൾറെഡി സെലക്റ്റഡ്. യു ആർ ഇൻ ദ ലിസ്റ്റ്. യു ആർ ഇൻ ദ ലിസ്റ്റ് ഓൾറെഡി. ഇനി അതിനകത്തൊന്നൊരു തള്ളലില്ല. കർത്താവ് പറയുന്നത്, എൻ്റെ സ്നേഹത്തിൽ നിന്ന് ഇനി ആർക്കും ഇവരെ വേർതിരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ദേ ഹാവ് അക്സെപ്റ്റഡ് മീ ആസ് മൈ സേവിയർ. എൻ്റെ രക്ഷകന കർത്താവെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞതോടുകൂടി എൻ്റെ ഞാൻ ആ ലിസ്റ്റിനകത്തായി കഴിഞ്ഞു. ഇനി ആർക്കും എന്നെ അതിനകത്ത് മാറ്റാൻ പറ്റത്തില്ല. താങ്ക് യു ജീസസ്. നമുക്കൊക്കെ അറിയാം, ഈ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന സാധനങ്ങളുണ്ടല്ലോ. എന്താ പറയുന്നത്, ഒരു ബുൾസൈ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഒരു എഗ് ബുൾസൈ ഉണ്ടാക്കാൻ എളുപ്പമല്ലേ? ഇറ്റ്സ് വെരി ഈസി, റൈറ്റ്? പക്ഷേ നമ്മുടെ നാട്ടിലെ ഹലുവ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഹലുവ ഉണ്ടാക്കാൻ എളുപ്പമാണോ അല്ലയോ? നല്ല പാടാണ്. ബുൾസൈ എല്ലാ ദിവസവും കിട്ടും, ഹലുവ എല്ലാ ദിവസവും കിട്ടത്തില്ല. സമയമെടുത്താൽ ഉണ്ടാക്കുന്നെങ്കിൽ അത് നല്ലതായിരിക്കും. ഹല്ലേലൂയ. ടൊയോട്ട കാറ്
പ്രൊഡക്ഷൻ ലൈനിൽ ഇങ്ങനെ 1 by 1 വന്നുകൊണ്ടായിരിക്കുന്നത്. റോൾസ് റോയ്സ് വിൽ നെവർ കം ലൈക്ക് ദാറ്റ്. ഹാൻഡ് പിക്ക് ചെയ്ത്, ഹാൻഡ് മെയ്ഡ് അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. യേശു ഇന്നും ഭൂമിയിൽ ഇതുവരെ വരാത്ത അവൻ്റെ രണ്ടാമത്തെ വരവ് താമസിക്കുന്നത് എൻ്റെ വീടിൻ്റെ, എൻ്റെ കൊട്ടാരത്തിൻ്റെ പണിയിൽ വീണ്ടും കർത്താവ് വീണ്ടും 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 അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. കർത്താവ് പറയുന്നത്, ഞാൻ ഇത്ര കൂടെ ഒന്ന് ലേറ്റ് ആവും, ഞാൻ അല്പം കൂടെ ലേറ്റ് ആവും, കാരണം നിനക്ക് വേണ്ടി ഞാൻ വീണ്ടും ഒരുക്കിക്കൊണ്ടിരിക്കുക, നിനക്ക് വേണ്ടി ഞാൻ അതിനെ ബ്യൂട്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. നീ ഇവിടെ താമസിക്കുന്ന ഓരോ നിമിഷവും ഞാൻ അതിനെ ബ്യൂട്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യത്തിൻ്റെ വിടുതലിന് വേണ്ടി ഇന്നൊരു ജോലിയാണ് എനിക്ക് ആവശ്യമെങ്കിൽ കർത്താവ് പറയുക, നിനക്ക് വേണ്ടിയിട്ടുള്ള ജോലി സ്ഥലം പുതിയതിനെ പണിതെടുക്കാൻ, പുതിയതിനെ ഉണ്ടാക്കിയെടുക്കാൻ. ഒരു റൂൾ താമസിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയും, ആ റൂളിനെ മാറ്റി പുതിയൊരു റൂൾ അവിടെ കൊണ്ടുവരാൻ ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഐ ആം ദ സ്ട്രാറ്റജിസ്റ്റ്, ഐ ആം ദ മാസ്റ്റർ പ്ലാനർ, ഐ വിൽ ഡു ഇറ്റ് ഇൻ ദ ബെസ്റ്റ് വേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കൾ എവിടെ നിൽക്കുന്നോ അവിടെ വ്യത്യാസം കാണിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഹോബി. ഞാൻ പറയാം, അത് അവൻ്റെ വേറെ ഒന്നുമല്ല. ദാറ്റ് ഇസ് ഹിസ് ഹോബി. ഹി വാണ്ട്സ് ടു ഡു ഇറ്റ്. അതിനകത്ത് സന്തോഷം കണ്ടെത്തുന്നവനെ യേശു. ഓരോ ദിവസവും തള്ളപ്പെട്ട് 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 നിൽക്കുന്നവരെ കാണുമ്പോൾ കർത്താവിനറിയാം, യെസ് യെസ് യെസ്, ഹീ ഈസ് ദ വൺ. കാനാവിലെ കല്യാണത്തിന് അവിടെ ചെല്ലുമ്പോഴും യേശുവിന് കൊണ്ടു കൊടുക്കാവുന്ന ധാരാളം പാത്രം ഉള്ളപ്പോഴും കർത്താവിൻ്റെ കണ്ണ് പോയത് പുറത്ത് കിടന്നവർ. പുറത്ത് കിടന്ന കൽപ്പാത്രത്തിനെ തന്നെ കർത്താവ് അന്വേഷിച്ചു. അനേകം ആൾക്കാർ തിക്കി തിരക്കിക്കൊണ്ട് നിന്നപ്പോഴും മരത്തിൻ്റെ മേൽ കയറിയിരുന്ന സക്കായിയുടെ മേളിലേക്കായിരുന്നു കർത്താവിൻ്റെ കണ്ണ് പോയി. നീളമില്ലാത്തവനായതുകൊണ്ട് അവൻ ഓടി അതിൻ്റെ മുകളിൽ കയറി. വേറെ ആരും ശ്രദ്ധിക്കുന്നില്ല, ബാക്കി എല്ലാവരും യേശുവിൻ്റെ കൂടെ നിൽക്കുന്നു. പക്ഷേ അവിടെ ഒരു കഴിവ് കുറഞ്ഞവൻ മരത്തിൻ്റെ മുകളിലിരിക്കുമ്പോൾ അവൻ്റെ മുകളിലേക്കാണ് കണ്ണുപോയത്. എല്ലാവരും പാപം ചെയ്തു എന്ന് പറഞ്ഞ സ്ത്രീ തൊട്ട് മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും യേശു ബാക്കി ആരെയും നോക്കാതെ ഒരു വാക്ക് പോലും വിധി പറയാതെ അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സ്ത്രീയെ ആരും ഒന്നും ചെയ്തില്ലല്ലോ, ഞാനും ഒന്നും ചെയ്യുന്നില്ല. Wherever there is a weakness, his eyes are haunting over there. He's looking at them. കർത്താവ് പറഞ്ഞു, രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീ വിശുദ്ധനാണെങ്കിൽ എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് വേണ്ടത് പാപിയായ നിന്നെ. I want to embrace you with that soil. I want you to hug with that dirt. That is my love. യേശു പറഞ്ഞു, എനിക്ക് നിന്നെ അങ്ങനെ ആവശ്യം. നിന്റെ പാപമെല്ലാം മാറ്റി വിശുദ്ധനായിട്ടല്ല എൻ്റെ അടുത്ത് വരേണ്ടത്, നിന്റെ മുഴുവൻ പാപത്തോടെ നീ എൻ്റെ അടുത്ത് കയറി വന്നാൽ ഐ എം റെഡി ടു എംബ്രേസ് യു. ദാറ്റ് ഈസ് ഹിസ് ലവ്, ദ അൺകണ്ടീഷണൽ ലവ്. വേറെ ഒരു പരിധിയും വെക്കാത്ത, ഞാൻ നിങ്ങൾ എത്ര വീണ് പോയവരാണെങ്കിലും യേശുവേ എന്നൊരൊറ്റ വിളി വിളിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ യേശു ഇന്നും ജീവനോടെ നമ്മുടെ മധ്യത്തിൽ നിൽക്കുന്നു. ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ആവശ്യങ്ങളിൽ നിങ്ങളെക്കാൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് യേശു ഇന്ന് വല്ലതുള്ള. നമ്മൾക്ക് വേണ്ടി കർത്താവ് ഇന്നും അവൈലബിൾ. അതുകൊണ്ട് തന്നെ വചനത്തിൽ കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ. നമുക്കത് വായിക്കുമ്പോൾ പലപ്പോഴും തോന്നാം, ശിഷ്യന്മാരോടല്ലേ പറഞ്ഞു ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ട്. കർത്താവ് ശിഷ്യന്മാരോടെന്നല്ല, ആ വാക്ക് അങ്ങനെയല്ല പറഞ്ഞത്. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാനോ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നല്ല പറഞ്ഞത്. ഞാൻ ലോകാവസാനത്തോളം ഉണ്ട്. ശിഷ്യന്മാർ മരിച്ചു പോയിട്ടും ലോകം അവസാനിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ലോകം അവസാനിക്കുന്നവരെ യേശു ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇന്ന് ലോകം അവസാനിച്ചിട്ടുണ്ടെങ്കിൽ യേശു നമുക്ക് വേണ്ടി അവൈലബിൾ. ഹി ഈസ് ഹിയർ. ഹി സോ നിയർ ടു യു. ഹി സോ നിയർ ടു യു. തൽസമയത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൃപാസനത്തിന്റെ മുമ്പിൽ ചെല്ലാൻ പറഞ്ഞതാണ്. നമുക്ക് ആക്സസ് ഉണ്ട്. യേശുവാണ് എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും അവനോട് സംസാരിക്കേണ്ടത് ഒരിടത്ത് പോയിട്ട് കർത്താവെ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് വിളിക്കാനല്ല കർത്താവ് പറഞ്ഞത്. കർത്താവെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ കൈവിട്ടു, ഇനി നിന്റെ കയ്യിലാന്ന് പറയുന്ന നിമിഷം ആ ഒരു വാക്ക് കേൾക്കാനായിട്ടാണ് കർത്താവ്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അനന്യാസ്. അനന്യാസിന്റെ വേ ഓഫ് ടോക്കിംഗ്, കർത്താവായിട്ട് സംസാരിക്കുന്നത് ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെ. ഇറ്റ് ഇസ് എന്താ പറയുക,
ഒരു ഡേ ടു ഡേ അഫെയറിൻ്റെ ഭാഗമാണ്. അടുത്ത് വന്ന് നിന്ന് സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് അവന് യാതൊരു പരിഭവവും ഇല്ല. കാര്യം ഇറ്റ്സ് എ ഡെയിലി റുട്ടീൻ. ഓരോ ദിവസവും കൃത്യമായിട്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ അനുഭവത്തിനകത്ത് നമ്മൾ വരേണ്ടത്. ഞാൻ മുറി അടച്ചിട്ട് 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്നില്ല. എൻ്റെ അകത്തുനിന്ന് സ്നേഹം ഒഴുകി തുടങ്ങുമ്പോൾ ഞാൻ പോലും അറിയാതെ ആ റിലേഷനകത്ത് വന്നിരിക്കും. ഇതെല്ലാം വന്ന് നമുക്ക് ഈ ഗ്ലോറി റിഫ്ലക്റ്റ് ചെയ്തു നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ മാറി. ഈ ലോകത്തിൽ കിട്ടാവുന്ന എല്ലാ അനുഗ്രഹങ്ങളും കിട്ടി. ഇതൊക്കെ കാണുമ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു അപകടം കൂടിയാണ്. പലപ്പോഴും ഈ കാര്യങ്ങൾ കാണുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റം, എൻ്റെ ഉയർച്ച, ഇതൊക്കെ ഓരോന്നും കാണുമ്പോൾ ഗ്രാജുവലി ഞാൻ പോലും അറിയാതെ ഇത് തന്നവനിൽ നിന്നും കിട്ടിയതിലേക്ക് എൻ്റെ അറ്റൻഷൻ മാറും. ഞാൻ പോലും അറിയാതെ തന്നവനെ നോക്കാതെ കിട്ടിയത് എന്തൊക്കെയാണെന്ന് നോക്കി പോകുന്നതാണ് ഏറ്റവും വലിയ അബദ്ധം. ഹല്ലേലൂയ. These are only the fringe benefits. ഈ ലോകത്തിൽ കിട്ടുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും, എനിക്ക് കിട്ടുന്ന ഉയർച്ച, എനിക്ക് കിട്ടുന്ന സാമ്പത്തിക അനുഗ്രഹം, എനിക്ക് കിട്ടുന്ന ഡെലിവറൻസ്, എവറിത്തിങ് ആർ ജസ്റ്റ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ഹല്ലേലൂയ. ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയ പാക്കേജിൻ്റെ ചെറിയ ചില ഭാഗം. ഏറ്റവും വലുത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫെലോഷിപ്പ്. ദൈവവും ഞാനും തമ്മിലുള്ള അടുപ്പം, ആ ബന്ധം, ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഏറ്റവും വലുത്. ആ റിലേഷൻഷിപ്പിനകത്ത് ഞാൻ ആയി കഴിയുമ്പോൾ ഇതെല്ലാം എൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. ബട്ട് ഇഫ് ഐ സ്റ്റാർട്ട് ഫോർഗെറ്റിംഗ് the one who loved me, and if I pay attention to the things which I got from that relation, I will get totally derailed. ഞാൻ പിന്നെ പോകുന്നത് യഥാർത്ഥത്തിലുള്ള വഴി കൂടെ അല്ല. The things which I got from these relations are only subsidiary things. Those are negligible. Nothing is there. Hallelujah. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം, just imagine about an emperor who is ruling a big kingdom. ഒരു എംപയർ മുഴുവനുള്ള ഒരു എംപയർ, നമ്മുടെ പഴയ കാലത്തേക്ക് ചക്രവർത്തിമാരെന്ന് പറയത്തില്ലേ, they have multiple nations under them, very powerful. ഒരു എംപററിൻ്റെ വീട്ടിൽ there's a small kid, 2 years old, 3 years old, something like that. When that kid is in the palace, when he gets a toy and the other kids around him may not have such a beautiful toy because his father is an emperor, so he has something big. So what happened to that child? He always says that yes, I have the best. That child always has his attention to that toy. മറ്റുള്ളവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്, ബിക്കോസ് മൈ ഡാഡി ഈസ് ദ എംപറർ, സോ ഐ ഓൾവേസ് ഗെറ്റ് ദ ബെസ്റ്റ്. But if that child remains in the same position forever, what happens? The child's attention will always be on the toy. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പം ആ കുട്ടി കുറെ വലുതായെന്ന് വെച്ചു, he's a teenager or he's maybe around 20. ആ മകന് ആ സമയത്ത് അട്രാക്ഷൻ ടോയുടെ മുകളിലായിരിക്കുമോ അതോ വേറെ വല്ല കാര്യങ്ങളിലായിരിക്കും. Then he will start realizing what his father really has, what is his power, what he has, what is his inheritance. All these things he will understand when he grows up. വിശ്വാസികളെ പറ്റി കർത്താവിൻ്റെ വചനം അത് തന്നെയാണ് പറയുന്നത്. ഈ കാണുന്ന ചെറിയ ചെറിയ വിടുതലുകൾ, എനിക്ക് കിട്ടിയ സാമ്പത്തിക അനുഗ്രഹം, ഇതൊന്നുമല്ല അറിയേണ്ടത് ഞാൻ യഥാർത്ഥത്തിൽ ആരാണ്, എൻ്റെ പിതാവ് ആരാണ്, എനിക്കിന്ന് പിതാവിൻ്റെ രാജ്യത്തിലുള്ള സ്ഥാനം എന്താണ്, എൻ്റെ അധികാരം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് തുടങ്ങുന്ന ലെവൽ വരെ വളർച്ച ഉണ്ടാവണം. Never get entangled to the small things, the deliverances, all these testimonies. Everything is very, very, very simple. The greatest thing is my relationship with my Father. I can talk to God
ഗോഡ് ഈസ് മൈ ഫ്രണ്ട്. ഹല്ലേലൂയ. എന്നെ ഒരു സ്നേഹിതനെ പോലെ യേശു എന്നെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് എന്തുണ്ട്, ഇന്നത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് അങ്ങോട്ട് ചോദിക്കത്തക്കവണ്ണമുള്ളൊരു അടുപ്പം ഉണ്ടാവണം. ഞാൻ പേടിച്ചു മാറി നിന്നും വിറച്ചുകൊണ്ട് നിൽക്കുന്ന പോലെയല്ല. എനിക്ക് ബഹുമാനത്തിൽ നിന്നുണ്ടാകുന്ന ഭയമുണ്ടാവും. പക്ഷേ എൻ്റെ അടുപ്പം, എൻ്റെ സ്നേഹം എന്ന് പറയുന്നത്, കർത്താവെ എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്നെക്കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഓടിച്ചെന്ന് പറയാനുള്ള അടുപ്പം. ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് ആ റിലേഷനകത്തേക്ക് കയറി വരും? കർത്താവിൻ്റെ അടുക്കൽ ഓടി ചെന്നിട്ട്, ഒരു കൊച്ചു കുട്ടി ചെല്ലുന്നാൽ ഓടി ചെന്നിട്ട്, എന്നെക്കൊണ്ട് ഇത് ഇന്ന് എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന പല പ്രശ്നത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്നതിൽ ഇപ്പോൾ പ്രശ്നമില്ലാത്ത ആരുമില്ല. കർത്താവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമില്ലാതെ ആവത്തില്ല. പ്രശ്നം അതുപോലെ തന്നെ നിൽക്കും. പക്ഷേ എൻ്റെ നിങ്ങളുടെ ഉള്ളിലകത്തൊരു ഉറപ്പുണ്ട്, അതിൻ്റെ മുകളിൽ ഞാൻ നിൽക്കും. പ്രശ്നം അവിടെ നിൽക്കും, അതിൻ്റെ മുകളിൽ ഞാൻ നിൽക്കും. എന്ന് വിളിച്ചു പറഞ്ഞ പ്രശ്നം അവിടെ നിൽക്കും, അതിൻ്റെ മുകളിലായിരിക്കും ഞാൻ നിൽക്കുന്നത്. പ്രശ്നമില്ലാതായിട്ടല്ല, അതിൻ്റെ മുകളിൽ നിർത്താനാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രശ്നത്തെ കാണുമ്പോൾ ഓടാനല്ല വിളിച്ചിരിക്കുന്നത്, അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഡാൻസ് ചെയ്യാനാണ് വിളിച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഈ ഉറപ്പിൽ നിന്നുകൊണ്ടൊന്ന് പറഞ്ഞ്, കർത്താവ് എനിക്ക് തുണ, ഞാൻ ആരെയും പേടിക്കത്തില്ല. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായ. ഇന്ന് പ്രശ്നമില്ലാത്ത, എന്നെ കേട്ടോണ്ടിരിക്കുന്നതിൽ പ്രശ്നമില്ലാത്തവരാരുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ കർത്താവിൻ്റെ കയ്യിലേക്ക് അതിൻ്റെ ലോർഡ്ഷിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ നിമിഷം മുതൽ ആ പ്രശ്നത്തിൻ്റെ ഉടമസ്ഥത നിങ്ങൾക്കല്ല. ദ ഓണർഷിപ്പ് ഹാസ് ബീൻ ചേഞ്ച്ഡ്. Now Jesus has been taken in and he will take care of it. കർത്താവ് അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം എടുത്ത കാര്യങ്ങൾ ചെയ്തു തരും. Thank you, Jesus. So what will empower you to do all these things? That is the fellowship. That is the love towards him. That is the trust towards him. എന്ന് കർത്താവ്, എൻ്റെ സാഹചര്യങ്ങളിൽ ഇന്നതൊക്കെയാണ് പ്രശ്നം. അനേകം ആൾക്കാർക്ക് അവരുടെ മുമ്പോട്ടുള്ള വഴികൾ എങ്ങനെയാണെന്ന് അറിയാൻ വയ്യാതെ ഇവിടെ വരുമ്പോൾ കർത്താവ് ഒരിടത്തേക്ക് ഒന്ന് ഡയറക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വിൽ ലാൻഡ് ദെയർ. നമുക്ക് പലപ്പോഴും ഇൻ മെനി സിറ്റുവേഷൻസ് വി വിൽ ഗെറ്റ് ചാലഞ്ച്ഡ് ആൻഡ് ജീസസ് വാണ്ട്സ് us to take the challenge. Hallelujah. It is not an easy ride at all, but it is a victorious ride. Amen. Hallelujah. It is not an easy ride, but it's a victorious ride. Hallelujah. Enjoy ചെയ്ത് പോകുന്നൊരു റൈഡ്, എൻജോയ് ചെയ്ത് പോകുന്നൊരു ലൈഫ്. താങ്ക് യു ജീസസ്. എവറി ഡേ യു വിൽ ഫേസ് സംതിങ്, but you know the result. Every moment will be a replay of a win match. Always we will have a win-win situation. കർത്താവ് പറയുന്നത്, നിന്നെ ഞാൻ എങ്ങും താഴാൻ സമ്മതിക്കത്തില്ല. പ്രശ്നം വരും, ആ പ്രശ്നത്തിൻ്റെ മുകളിൽ ചവിട്ടി നിന്നെ ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകും. Every issue will be a stepping stone for a child of God. Every issue. കർത്താവ് അതിനകത്തുനിന്ന് അടുത്ത സ്റ്റെപ്പ് തുറന്നിരിക്കും. ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ, ഒരു ഭാരം എൻ്റെ മുമ്പിൽ, ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഡിലമ എന്തെങ്കിലും എൻ്റെ മുമ്പിൽ വന്ന് നിൽപ്പുണ്ടെങ്കിൽ ഉറപ്പിച്ചോണം, കർത്താവിൻ്റെ ആക്ഷൻ തുടങ്ങും. He wants to change something. If you feel a shake somewhere, he started his work. ഒരിക്കലും ഒരു സ്റ്റെബിലിറ്റി വെറുതെ ഇങ്ങനെ എനിക്ക് ഒരു പ്രശ്നം, ഞാനിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ജീവിച്ചു പോവുക. There's no excitement in it. When Jesus is with you, you will be excited every day. We may get tired. For sure we may get tired. But he will empower you. ഓരോ നിമിഷവും നമ്മുടെ മേൽ അവൻ്റെ ബലം നമുക്ക് തന്ന്, അവൻ്റെ ശക്തി തന്ന്, ഓരോ ദിവസവും നമ്മളെ ചിയറപ്പ് ചെയ്ത്, ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽപ്പിച്ച് നടത്തുന്നൊരു കർത്താവുണ്ട്. പക്ഷേ ചിയറിങ് കിട്ടണമെങ്കിലുള്ള കാര്യം, ദാറ്റ് ഈസ് ഫെലോഷിപ്പ്. ഒരു ബന്ധമില്ലാതെ ഞാൻ മാറി നിന്നാൽ എനിക്ക് ഈ ഫെസിലിറ്റീസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല.
ഇത് അടുത്ത ആഴ്ചത്തേക്ക് വരുമ്പം വരുന്ന ഒരു സാധനത്തേക്ക് ഞാൻ അടുത്ത ആഴ്ച അങ്ങോട്ട് വന്ന് ലാൻഡ് ചെയ്യും. കാര്യം കർത്താവ് ഇപ്പം തന്ന ഒരു വാക്ക് ഞാൻ പറഞ്ഞു തരാം. അടുത്ത ആഴ്ച നമ്മൾ അവിടെ ആയിരിക്കും വന്ന് ലാൻഡ് ചെയ്യുന്നത്. കർത്താവ് അനുവദിച്ചാൽ അങ്ങോട്ട് പോകും. ഇപ്പം തന്നൊരു വേർഡ് ഞാൻ പറഞ്ഞു തരാം. അടുത്ത ആഴ്ച അങ്ങോട്ട് തന്നെ പോകാൻ കർത്താവ് പ്രേരിപ്പിച്ചാൽ അങ്ങോട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. ഹൗ ടു ഹാൻഡിൽ ഡെഡ് ആൻഡ്സ് എഴുതി കാണിച്ച പോലെ വന്നൊരു സാധനമാണ്. അടുത്ത ആഴ്ചത്തേക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. കർത്താവ് അങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അടുത്ത ആഴ്ച നമ്മൾ അങ്ങോട്ട് പോകും. ഹൗ ടു ഹാൻഡിൽ ഡെഡ് ആൻഡ്സ് ഒരു ടൈറ്റിൽ പോലെ എഴുതി കാണിച്ച സാധനമായി പറയുന്നത്. അടുത്ത ആഴ്ച നമ്മൾ അങ്ങോട്ട് പോകും. പക്ഷേ ഇന്ന് കർത്താവ് പറഞ്ഞത് ഇതിനകത്ത് വന്ന് നമ്മൾ ഈ വിശ്വാസത്തിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞ് നിന്നിട്ടും എനിക്ക് കർത്താവ് ഇതൊന്നും നീ എനിക്ക് തന്നിരിക്കുന്ന ഇതൊന്നും എനിക്ക് അങ്ങോട്ട് അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിഷമിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഞാനിതെല്ലാം കേൾക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്, എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്, ബട്ട് ഐ കനോട്ട് ഗെറ്റ് ദ ഫുൾ പൊട്ടൻഷ്യൽ ഓഫ് ഇറ്റ്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ സ്നേഹം, ദൈവസ്നേഹം എപ്പോഴും ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടായിരിക്കുന്നു. ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ എവ്രി വൺ. ബട്ട് വെൻ യു accept Jesus as your Savior, when you start having a relationship with Him, it is not a religion, it is a relationship. It is a personal, one-to-one relationship. When you enter into that, you will start having a connection with Him. For example, a telecommunication tower is always emitting the frequencies all around. മൊബൈൽ ഫോണിൻ്റെ ടവർ കണ്ടിട്ടില്ലേ? അതിനകത്തുനിന്ന് എല്ലാ ഫോണുകളിലേക്കുമുള്ള ഫ്രീക്വൻസി പൊയ്ക്കൊണ്ടിരിക്കുക. ഞാനൊരു പുതിയ ഫോൺ വാങ്ങിച്ചു, അൺലോക്ക്ഡ് ഫോൺ. യേശു ക്രിസ്തുവിനെ അറിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം മൊബൈൽ ടവറാണ്. പറയാൻ എളുപ്പം മനസ്സിലാകാനായിട്ട് പറയാം. മൊബൈൽ ടവറിൽ നിന്ന് എപ്പോഴും വേണ്ട അനുഗ്രഹങ്ങൾ, രോഗസൗഖ്യം, നിത്യജീവൻ, സകലതും അതിനകത്ത് എമിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ദൈവവുമായിട്ട് ഒരു റിലേഷനും ഇല്ലാത്ത സാധാരണ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു അൺലോക്ക്ഡ് ഫോൺ. ഞാൻ യേശു ക്രിസ്തുവിനെ വിശ്വാസത്തിൽ എൻ്റെ രക്ഷിതാവാണെന്ന് പറഞ്ഞ് ഞാൻ അവനെ സ്വീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, this tower is always there. It is emitting all the frequencies. It is having everything. And if I'm not believing Christ, if I don't have a personal relation with Him, then I am just like an unlocked phone. But when I take Him as my personal Savior and when I started a connection with Him, it is exactly like I'm putting a SIM card in it. Okay? You put a SIM card in a phone, and the telephone tower is there. It is emitting the frequencies. Will something happen there? You got a faculty in you, right? You got a faculty so that you can get connected to the tower to receive everything and to communicate things back to the tower. So you have the faculty in you. ഞാൻ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു എന്ന് പറയുന്ന ഒരു വിശ്വാസിയുടെ അവസ്ഥ എന്താ? അൺലോക്ക്ഡ് ഫോണിനകത്ത് സിം കാർഡ് ഇട്ടതുപോലെ. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ബിക്കോസ് യു ഹാവ് ചാർജ് ദ ടെലഫോൺ. ദ ഫോൺ ഇസ് ഔട്ട് ഓഫ് ചാർജ്. ഞാൻ കർത്താവുമായിട്ടുള്ള ബന്ധം തുടങ്ങുമ്പോൾ ഞാൻ എല്ലാ ആഴ്ചയും ആരാധിക്ക് പോകുന്നു, കുറേ നേരം ആരാധിക്കും. ഇതൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇറ്റ്സ് എക്സാക്ട്ലി ലൈക്ക് യു ആർ ചാർജിങ് ദ ഫോൺ. സോ യു ആർ ഗെറ്റിംഗ് എ കണക്ഷൻ. ചാർജ് ചെയ്തു, എൻ്റെ അകത്ത് സിം കാർഡ് ഉണ്ട്. നൗ ഐ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ടു ദ ടവർ ആൻഡ് ഐ ക്യാൻ റിസീവ് ദ തിങ്സ് ഫ്രം ദ ടവർ. പുതിയ ഐഫോണാണെന്ന് വിചാരിച്ചാൽ, പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ്. It has thousands of functions. But if you started using that phone only to call someone, are you tapping out the whole potential of that phone? It has thousands of facilities in it, but you are just using that most modern, costly phone just to call someone.
Are you getting the total benefit out of it? Not at all. This is a normal believer who are not getting the right teaching. But when you are in a place where the word of God is getting rightly divided and fed into you, you will be like a person who is exploring the whole function of the phone and you started using to its maximum level. When you hear the word of God in the rightly divided manner, when you're getting the real things which you can apply in your life and in your happiness, in your joyfulness, then you will start using this one to the maximum extent. ദൈവവചനം അതിൻ്റെ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ ജീവിതത്തിൽ എങ്ങനെ ഇതിനെ അപ്ലൈ ചെയ്യണം എന്ന് അറിയാൻ തുടങ്ങുന്ന നിമിഷം, യേശുവിൻ്റെ വചനം എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങുന്ന, അധികാരം ഉപയോഗിക്കാൻ തുടങ്ങുന്ന നിമിഷം ഒക്കെയാണ് ഒരു വിശ്വാസി ആ ഒരു ഫോൺ ഫുള്ളി യൂസ് ചെയ്യുന്ന ഒരു ഫോണിനെ പോലെ ആകുന്നത്. അതുവരെ പൊട്ടൻഷ്യൽ മുഴുവൻ അകത്തുണ്ട്, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. കർത്താവ്, ഞാനിതൊക്കെ കേൾക്കുന്നുണ്ട്, ഇതെല്ലാം ഞാൻ കുറേ വചനം കേൾക്കുന്നു, അവിടുന്ന് കേൾക്കുന്നു, ഇവിടുന്ന് കേൾക്കുന്നു, പലതും കേൾക്കുന്നു, ടോട്ടൽ കൺഫ്യൂഷനാണ്. വേർഡ് ഓഫ് ഗോഡ് റൈറ്റ് ഡിവൈഡ് ചെയ്ത് അകത്തോട്ടൊന്നിട്ട് എന്ന് പറയുന്നത് ഇതിൽ പറയുന്നത് മുഴുവൻ എന്നെ പറ്റിയാണ്. അനുഗ്രഹത്താൽ അനുഗ്രഹിക്കും, വർദ്ധനവിനാൽ വർദ്ധിപ്പിക്കുമെന്ന് ഇതിനകത്ത് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ സാഹചര്യം എന്തോ ആയിക്കോട്ടെ, ഇതിൻ്റെ മുകളിൽ കൂടെ വേറെ ഒന്നിനും എന്നെ റൂൾ ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്നെ അനുഗ്രഹിക്കുമെന്നും എന്നെ ഉയർത്തുമെന്നും ഞാൻ അവൻ്റെ മകനാണെന്നും എനിക്ക് നീതി ഉണ്ടെന്നും ഞാൻ അവൻ്റെ കൂടെ ഇരുത്തപ്പെട്ടവനാണെന്നും ഒക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണ് ഞാൻ. Hallelujah. Whatever is written in this word of God is applicable to me. It will never change. Let the situation totally coming against me, I don't care about it. ഒന്ന് വിളിച്ചു പറഞ്ഞ ഏത് നിയമം, എന്തൊക്കെ സാഹചര്യം, ഏത് വന്നാലും ഇതിനകത്ത് എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മകനാണ്, ഞാനൊന്നും ചെയ്യേണ്ട, എൻ്റെ കർത്താവ് സകലതും എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിച്ചാൽ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് ഞാൻ അറിയേണ്ടതെന്ന് പറഞ്ഞ്, വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തി, വെറും ചെറിയ ചെറിയ കാര്യങ്ങളല്ലോ, അളവറ്റ ശക്തി എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് വേണ്ടി മാത്രമാണ്. വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തി, ബാക്കി എല്ലാം മാറ്റി വെച്ചിട്ട് യേശു എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് കണ്ടോണ്ട് സന്തോഷത്തോടെ പറഞ്ഞ്, വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തി ഇന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നത്തിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ എന്നെ ഒരുക്കും. എൻ്റെ മുമ്പിൽ അത്ഭുത വഴി തുറക്കും. ഇന്നെ കേട്ടോണ്ടിരിക്കുന്ന വായി തുറന്നെന്ന് പറഞ്ഞു, എൻ്റെ മുമ്പിൽ ഒരാവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞ് എൻ്റെ മുമ്പിൽ അത്ഭുത വഴി തുറന്നിരിക്കും. ഒരു രാജ്യത്തിൻ്റെ നിയമമല്ല, എൻ്റെ ക്വാളിഫിക്കേഷൻ അല്ല, എൻ്റെ എബിലിറ്റി അല്ല, എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കർത്താവിൻ്റെ അളവറ്റ ശക്തി കൊണ്ട് എന്നെ ഞാൻ ഉദ്ദേശിക്കാത്ത ലെവലുകളിൽ ഉയർത്താൻ എൻ്റെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. ലോകത്തിലെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ മരണമായിരുന്നു. അതിനെ പോലും തോപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനെയാ ഭയപ്പെടേണ്ടത്? നിത്യജീവൻ എന്ന് പറയുന്ന ആർക്കും that is an unattainable thing, but he did it for you. He did it for me. And how much more he can do in this earthly life? നിത്യജീവൻ, ഞാൻ മരിക്കത്തില്ല. ഈ ശരീരം വിട്ടിട്ട് നമ്മൾ ഇന്ന് വായിച്ച ഭാഗത്തിന്റെ 2 Corinthians chapter 3 കഴിഞ്ഞിട്ട് 4 വരുമ്പോഴത്തേക്ക് നമുക്കത് കാണാൻ പറ്റും. ഐ ഡോണ്ട് കെയർ അബൌട്ട് ദിസ് ലൈഫ്. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ these things which you are getting in this earth is just a cherry on the top. ഐസ്ക്രീം ചെറി മാത്രം കഴിച്ചിട്ട് പോരുന്നവരുടെ കൂട്ട് അത് മാത്രം നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രം അനുഭവിച്ചിട്ട് പോരുന്നവരുടെ കാര്യം. That ice cream is there. The eternal life is there. Hallelujah. ഈ ലോകത്ത് കിട്ടുന്നതെല്ലാം ചെറിയ ചെറിയ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് കഷ്ടപ്പെട്ട് നടക്കാൻ അല്ല കർത്താവ് പറഞ്ഞു. You will enjoy all these provisions to the core, to the limits. Hallelujah. അതിൻ്റെ എല്ലാ മാക്സിമത്തിലും ഈ ലോകത്തിൽ തന്നെ ഞാൻ ആസ്വദിക്കും. നിത്യജീവനും എൻ്റെ അവകാശം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആ അധ്യായം കഴിഞ്ഞിട്ട് 3-ാമത്തെ അധ്യായം കഴിഞ്ഞ് 4 വരുമ്പോൾ നമുക്ക് കാണാം
This earthly life is nothing for me because I know how to survive here because my Jesus is with me. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് നല്ലൊരു ഉദാഹരണമാണ്. നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ചിലപ്പം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ നമ്മൾ മേ സ്റ്റേ ഇൻ എ ഹോട്ടൽ. ഇറ്റ്സ് എ ടെമ്പററി സ്റ്റേ. ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ യുവർ ഹോം. Am I right? When you stay at a hotel, will you clean that hotel every day? ഒരു ഹോട്ടലിൽ പോയി റൂം എടുത്ത് താമസിക്കുക, അവിടെ എല്ലാ ദിവസവും പോയി തൂത്ത് തുടച്ച് അവിടെ എല്ലാം ക്ലീൻ ആക്കി നിങ്ങൾ വെക്കുമോ നിങ്ങളുടെ റൂം? There are people who are authorized to do those things and they are entitled to do this. They will come and they will do it. അല്ലേ? ഈ ലോകത്തിൽ ഈ ഇവിടുത്തെ കാര്യങ്ങളും കൊണ്ട് ഞാൻ ചുറ്റിപ്പറ്റി നിൽക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വീട് വേറെയാണ്. I will go back to my home. That is heaven where I came from. എത്രയോ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ കർത്താവിൽ നിന്നാണ് വന്നതെന്ന്? ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ഇവിടെ നിൽക്കുന്നതെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ ദൈവത്തിൽ നിന്ന് വന്നവനാണെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? I am from Jesus. I am from God himself. And we are just here for a mission and we will go back to our home. I will not care about this home. ഇതെൻ്റെ ഒരു ടെമ്പററി പ്ലേസാണ്. ഇതെൻ്റെ ഹോട്ടൽ റൂമാണ്. ഈ ലോകത്തിൽ താമസിക്കുന്ന എൻ്റെ ഒരു ഹോട്ടൽ സ്റ്റേ. ഇറ്റ്സ് എ ടെമ്പററി സ്റ്റേ. ഞാൻ ഇവിടെ ക്ലീൻ ചെയ്യാൻ പോകത്തില്ല. ഇവിടുത്തെ കാര്യങ്ങളിൽ ഞാൻ എൻടാങ്കിൾ ചെയ്യത്തില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ മൈ യൂസ്. ഹല്ലേലൂയ. ഞാൻ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചുറ്റി നിൽക്കത്തില്ല. ഇതല്ല എൻ്റെ വീട്. എനിക്ക് പോകേണ്ട വേറെ സ്ഥലമുണ്ട്. പക്ഷേ ഈ ലോകത്തിൽ വന്നിട്ട് ഇതൊന്നും ഞാൻ അനുഭവിക്കത്തില്ല. ഞാൻ കഷ്ടതയിലൂടെ പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രോസ്പെരിറ്റിയെ മുഴുവൻ എതിർത്ത് പറയുന്നവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഹോട്ടലിൽ ചെന്നിട്ട് കട്ടിലിൽ കിടക്കത്തില്ല, തറയിൽ കിടക്കും. ഒരൊറ്റ ടവൽ അവിടുത്തെ ഉപയോഗിക്കത്തില്ല, സോപ്പ് ഉപയോഗിക്കത്തില്ല, ഒന്നുമില്ല. ഞാൻ വേറെ സ്ഥലത്തുനിന്ന് വന്നതാണ്, ഞാൻ കഷ്ടതയൊക്കെ അനുഭവിച്ച് ഇവിടെ തറയിലിരുന്നോളാം എന്ന് പറയുന്നത് പോലെയാണ് കർത്താവ് തരുന്ന അനുഗ്രഹങ്ങൾ ലോകത്തിൽ അനുഭവിക്കത്തില്ല. എല്ലാ കഷ്ടതയിൽ കൂടെ ഞാൻ പൊക്കോളാം എന്ന് പറയുന്നവരുടെ എക്സാക്ട്ലി അവരത് തന്നെയാണ് ചെയ്യുന്നത്. ബട്ട് ഹീ സെഡ് യു ഷുഡ് എൻജോയ് ഈച്ച് ആൻഡ് എവറിത്തിങ് പ്രൊവൈഡഡ് ടു യു ഇൻ ദിസ് എർത്ത്. ഇവിടെ വെച്ചിരിക്കുന്ന ടവലും ഇവിടെ വെച്ചിരിക്കുന്ന ബെഡ്ഷീറ്റും ഇവിടെ വെച്ചിരിക്കുന്ന കംഫർട്ടറും എവറിത്തിങ് ഈസ് ഫോർ യു. യു ഷുഡ് യൂസ് ഇറ്റ്. യു ഹാവ് ടു. But you will never get entangled to this. You will go back to your home. This is a temporary place where you have to use everything to the maximum. It will get provided. You should be wise enough to use all those things, but never get entangled to this. See, this is a fine line. It's a balanced walk. You should be very balanced in this. ഞാൻ എവിടെ നിന്നാണ് വന്നെന്നുള്ള പൂർണ്ണ ബോധ്യവും ഞാൻ ആരാണെന്നുള്ള പൂർണ്ണ ബോധ്യവും ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്നും ഞാൻ എവിടേക്ക് തിരിച്ചു പോകുമെന്നും ഇവിടെ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള എൻ്റെ പൂർണ്ണ ബോധ്യം കിട്ടണമെങ്കിൽ when you have a relationship with who sent you to this mission, you will accomplish it. ആരാ എന്നെ അയച്ചത്? അവനുമായിട്ട് എനിക്ക് നിരന്തരമായിട്ട് കൂട്ടായ്മ ഉള്ളപ്പോൾ എനിക്ക് അറിയാം എന്നെ എന്തിനാണ് വിട്ടത്. കാരണം എൻ്റെ മിഷനകത്ത് എവിടെയെങ്കിലും ഒരു ഭാരം വരുമ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? ഐ വിൽ ഗോ ബാക്ക് ടു മൈ മിഷൻ സെൻറ്റർ. ദ വൺ ഹു സെൻഡ് മീ. അവിടെ നിന്നിട്ട് പറയും, കർത്താവേ, ഈ ടെമ്പററി എക്സ്പീരിയൻസിൽ എനിക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഹി വിൽ റിസോൾവ് ഇറ്റ് ഫോർ യു ബിക്കോസ് ഹീ സെൻറ്റ് യു. ഹല്ലേലൂയ. വിട്ടവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടുള്ളത് കരുതാതിരിക്കുമോ? അയച്ച കർത്താവ് ഇടയ്ക്ക് വിട്ടിട്ട് പോകുന്നവനല്ല, പോയി തിരിച്ചു വരുന്നത് വരെ അവൻ്റെ ഉത്തരവാദിത്വത്തിലാണ് നമ്മൾ നിൽക്കുക. യേശുവാണ് എന്നെ ഈ ഭൂമിയിൽ അയച്ചതെന്ന് വിശ്വസിക്കുന്നവർ ആർത്ത് വിളിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിനോടൊന്ന് പറഞ്ഞു, കർത്താവെ, അയച്ചത് നീയാണെങ്കിൽ ഞാൻ ഏത് രാജ്യത്ത് നിൽക്കുന്നെന്നോ, ഞാൻ ഏത് ജോലി ചെയ്യുന്നെന്നോ, എൻ്റെ സാഹചര്യം ഏതാണെന്നുള്ളതോ, എൻ്റെ കുടുംബത്തിലെ അവസ്ഥ എന്താണെന്നുള്ളതോ, എൻ്റെ ശരീരത്തിൻ്റെ അസ്വസ്ഥത എന്താണെന്നുള്ളതോ, ഇതൊന്നും എനിക്ക് വിഷയമല്ല. യു വിൽ ടേക്ക് കെയർ ഓഫ് മീ. Hallelujah. I don't have any worries because I have been already selected. ഒന്ന് പറഞ്ഞ്, ആയിരക്കണക്കിന് വണ്ടിക്കകത്തുനിന്ന്, ആ 100,000 കാർ കിടക്കുന്നതിനകത്തുനിന്ന് he already picked me. ഇനി എൻ്റെ ടേൺ ടേബിൾ റെഡി ആകുമ്പോൾ he will take me out. He will put me there for sure.
For sure, in this world itself. Hallelujah. നിത്യതയിൽ അത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ there's no two questions about it. But even in this earth, He will put me in the showroom today or tomorrow. There you need the endurance. There you need the patience. Because when you know that this word will never change, then the level of patience will increase tenfold. Not even tenfold, more than that. Hallelujah. അതുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ, ഈ ലോകത്തിലിരിക്കുമ്പോൾ ഇവിടുത്തെ സകല അനുഗ്രഹങ്ങളും അനുഭവിച്ച, എന്നാൽ ഇതിൻ്റെ അകത്തൊന്നും കുരുങ്ങാതെ കർത്താവ് എന്നെ അയച്ചതാണെന്നും ഇവിടെ നിൽക്കുന്ന സമയത്ത് വേണ്ടത് മുഴുവൻ, കാനഡയിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ കാനഡയിലുള്ള എൻ്റെ ജോലിയുടെ കാര്യങ്ങളാണെങ്കിൽ ജോലിയുടെ കാര്യത്തിൽ, എൻ്റെ ആരോഗ്യമാണെങ്കിൽ ആരോഗ്യത്തിൽ, എല്ലാത്തിലും വേണ്ടത്, എൻ്റെ എല്ലാ ഏരിയകളിലും വേണ്ട എല്ലാ നിറവും എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി ചെയ്ത് തന്നു കഴിഞ്ഞു. പറഞ്ഞ എല്ലാം ചെയ്ത് കഴിഞ്ഞത്. Everything is already decided. I am just walking in His plan. ഞാൻ ഓരോ ദിവസവും അവൻ്റെ പ്ലാനിൽ ഇങ്ങനെ ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ കൈ പിടിച്ച് നടന്ന പോലെ, ഐ എം സോ സേഫ് ഇൻ ഹിസ് ഹാൻഡ്സ് എന്ന് വിളിച്ചു പറഞ്ഞാൽ ഐ ട്രസ്റ്റ് ഹിം. അവൻ്റെ കയ്യിലൊന്ന് പിടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ യേശുവിൻ്റെ കയ്യെ പിടിച്ചാണ് നടക്കുന്നത്. യേശുവിൻ്റെ കയ്യിൽ പിടിച്ചാണ് ഞാൻ നടക്കുന്നത്. ചില സമയങ്ങളിൽ ഇങ്ങനെ നടത്തിക്കൊണ്ട് തന്നെ പോകും. പക്ഷെ എനിക്ക് നടക്കാൻ പറ്റാത്തൊരവസരങ്ങൾ വരുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഒന്നും ചെയ്യേണ്ട, രണ്ട് കൈയൊന്ന് ഓടി നേരെ നമ്മളെ എടുത്ത് തോളയിൽ വെച്ചുകൊണ്ട് പോകുന്നൊരു കർത്താവുണ്ട്. വി ആർ ഇൻ ഹിസ് ലവ്. ഓ ഹല്ലേലൂയ. കർത്താവിൻ്റെ ആ സ്നേഹത്തിനകത്ത് പെട്ടതായ ഏറ്റവും വലിയ ഭാഗ്യം. അതിനകത്ത് നമ്മൾ പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതി. കർത്താവിൻ്റെ സ്നേഹത്തിനകത്ത് പെട്ടുപോയതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഹല്ലേലൂയ. The only place where we will fail, we will stumble down is His love. കർത്താവിൻ്റെ സ്നേഹം കാണുന്നിടത്ത് നമ്മൾ അറിയാതെ മുട്ടുകുത്തും. വേറെ ഒരിടത്തും നമ്മൾ തോക്കുന്നവരല്ല. തോക്കുന്ന ഒരു സ്ഥലമേ ഉള്ളൂ. നമ്മൾ തോറ്റു പോകുന്ന ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, അതവൻ്റെ സ്നേഹത്തിനുണ്ട്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവവും അതുപോലെ തന്നെ തോൽക്കുന്നത് ഒരേ ഒരു സ്ഥലം, എൻ്റെ നിങ്ങളുടെ സ്നേഹം. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ കർത്താവ് തോൽക്കും, കർത്താവ് നിൽക്കും. എല്ലാ പ്ലാനും മാറ്റിവെച്ച് കർത്താവ് തിരിയുന്ന ചില സമയങ്ങളുണ്ട്. മറിയ വിളിച്ചതുപോലെ ഒരൊറ്റ വിളി, റബൂനി എന്നൊരൊറ്റ വിളിയിൽ എല്ലാ പ്ലാനും സ്റ്റാൻഡ് സ്റ്റിൽ ചെയ്തിട്ട് കർത്താവ് തിരിഞ്ഞു എന്ന് പറഞ്ഞ്, ഞാൻ പിതാവിൻ്റെ അടുക്ക കയറിപ്പോയിട്ടില്ല, പക്ഷെ നിൻ്റെ കൂട്ടുകാരോട് അവരോടൊക്കെ ചെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നുണ്ട്. ഹി സ്റ്റോപ്പ് ദ ഹോൾ മിഷൻ ദെയർ. പിതാവിൻ്റെ അടുക്കൽ സ്വന്തം രക്തം കൊടുത്ത് മനുഷ്യന്റെ മുഴുവൻ പാപങ്ങളെ പരിഹരിക്കാൻ കയറിപ്പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു സ്ത്രീ വന്ന് വിളിച്ചപ്പോൾ നിന്ന കർത്താവ്. എൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ആരാ വിശ്വാസത്തോടെ തൊട്ടത്, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാം മാറ്റിവെച്ച് നിന്ന കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഏത് നിമിഷവും നിൽക്കാൻ റെഡിയാണ്. എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ചൽ സ്വന്തം മകന്റെ ശവശരീരം എടുത്തോണ്ട് പോകുമ്പോഴും കർത്താവ് വന്ന് മഞ്ചലിൽ ഒന്ന് തൊട്ടു. അവിടെ അത്ഭുതം സംഭവിച്ചു. ഇന്ന് ആ കർത്താവ് ഇന്ന് അവൈലബിളാണ്. ഏത് പ്രശ്നമുണ്ടെങ്കിലും അവൻ്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, കർത്താവ് ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഞാനിനി അതിനെപ്പറ്റി ബോദർ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ഏത് ഇഷ്യൂ ഉണ്ടെങ്കിലും അങ്ങോട്ടൊന്ന് എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ടു ബോദർ അബൌട്ട് ഇറ്റ്. ഞാൻ എറിഞ്ഞു കൊടുത്തിരിക്കുക, ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. ഹല്ലേലൂയ. കർത്താവ് അവിടെ വെച്ച് പറയും, കർത്താവ് അവിടെ രക്ഷപ്പെടുന്നു. ഇതുവരെ നീ അതിനകത്ത് ഇടപെട്ട് നശിപ്പിച്ചുകൊണ്ടിരുന്ന, നൗ ഐ ഹാവ് ദ ഫ്രീഡം ടു ഡു മൈ വർക്ക്. ഇന്ന് ആ പ്രശ്നം വിട്ടുകൊടുത്ത എത്ര പേരുണ്ട്? മുമ്പിൽ നിൽക്കുന്ന എല്ലാ ഇഷ്യൂസും കർത്താവിൻ്റെ വിട്ടുകൊടുത്തേ. ഇപ്പോഴാണ് സ്വർഗം സന്തോഷിച്ചു തുടങ്ങിയത് കേട്ടോ. ഇപ്പോഴാണ് കർത്താവ് സന്തോഷിച്ചത്. കാര്യം നൗ ഹി ഹാസ് ദ ഓണർഷിപ്പ്. ഇതുവരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറി അതിനകത്ത് കയറി പിടിച്ച് കർത്താവിനെ കൊണ്ടൊന്നും ചെയ്യിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് വരുമ്പോൾ ഞാൻ വീണ്ടും കയറി കൈയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കൈയൊന്നും സുഖമായിട്ട് പറഞ്ഞു, കർത്താവെ ഹാൻഡ്സ് അപ്പ്, ഞാൻ വിട്ടു പറഞ്ഞ ഇന്ന് എല്ലാ പ്രശ്നങ്ങളും എന്തെങ്കിലും 100% ഓക്കെ ആയിട്ടിരിക്കുന്ന ഒരൊറ്റ മനുഷ്യനല്ല ഞാൻ കേട്ടോണ്ട്, ഞാൻ ഉൾപ്പെടെ എന്ന് പറഞ്ഞ കർത്താവെ ഞാൻ വിട്ടു, വിടാൻ ഇന്ന് റെഡിയാണോ? ഞാൻ ഉറപ്പിച്ച് പറയാം, അടുത്ത ആഴ്ച സാക്ഷ്യത്തിന്റെ പുറത്ത് സാക്ഷ്യം വരാൻ പോകും. ആത്മാർത്ഥമായിട്ടൊന്ന് പറഞ്ഞ കർത്താവെ ഞാൻ വിട്ടു, ഇനി നിന്റെ എല്ലാ കണ്ണുകളും അടച്ചോട്ടെ. ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഇനി എന്തൊക്കെ വലിയ വിഷയം ആയിക്കോട്ടെ, എന്തൊക്കെ ചെറിയ വിഷയം ആയിക്കോട്ടെ,
തീരെ ചെറിയ വിഷയത്തിൽ ഭയങ്കര ടെൻഷൻ അടിക്കാൻ നല്ല ചാൻസ് ആട്ടോ. അതുകൊണ്ട് അതിനെ മുഴുവൻ എന്തൊക്കെ ഓട്ടോ അതിനെ മുഴുവൻ വിട്ടുകൊടുത്തിട്ട് പറഞ്ഞു, കർത്താവ് ഞാൻ വിട്ടു, ഐ ലീവ് ഇറ്റ് യു, ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്, ഐ ഡോണ്ട് വാണ്ട് ടു ലുക്ക് അറ്റ് ഇറ്റ്. ഇനി അങ്ങോട്ട് പോലും തിരിഞ്ഞ് നോക്കരുത്. പറഞ്ഞു എന്ത് സംഗതി ആയിക്കോട്ടെ വിട്ടിട്ട് പറഞ്ഞു, ഇനി അങ്ങോട്ട് എന്നെ കൊണ്ട് വയ്യ, എന്ന് തിരിഞ്ഞ് നോക്കത്തില്ല, നൗ ഇറ്റ്സ് യുവേഴ്സ്. വിട്ടുകൊടുത്തിട്ട് എല്ലാ കണ്ണുകളും അടച്ചിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ ഭാരവും സകലതിനെ ഞാൻ നിൻ്റെ കയ്യിൽ വിട്ടു തന്നിരിക്കും. യു ആർ ദ ലോർഡ് ആൻഡ് ഐ ട്രസ്റ്റ് യു ആൻഡ് ഐ നോ ദാറ്റ് യു വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്, whatever be the issue. Jesus, I know all of us who are hearing your word today, we all have something or other. We leave everything to you, Jesus. We take off our hands from it. We don't want to look at it. We don't want to bother about it. Now it's yours, all yours. And we know that you will work on it. And we are waiting to see that miracle. We are waiting to see your mighty work on it. And we are free now, Jesus. And thank you for your great love towards us, your assurance towards us, that you have assured us that you will take care of it. And you yourself took it from us. You told us to give it to you. And we give it to you, Jesus. And we are free today. We are free today. Because Jesus is the center. He is the center of all. Hallelujah. Beginning to the end, it has always been. It's always been you, Jesus. Jesus, nothing else matters. Nothing in this world will do. Jesus, you at the center of it all. At the center of it all. Jesus, hallelujah. You are the center of everything, Jesus. We thank you, we glorify your name, Jesus. Every praise and worship is to you. Worthy is the Lamb. We glorify your name once again, Jesus. We thank you for your presence, for your love which is pouring upon us. We give all the glory and praises to you. In the name of Jesus, amen. Hallelujah. Thank you, Jesus. സന്തോഷത്തോടെ ആർത്തുവിളിച്ച് കർത്താവിനെ ഒരിക്കലും മഹത്വപ്പെടുത്തും. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യുന്നു. സ്തോത്രം. ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഈ ആഴ്ചകളിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി വരുന്ന ആഴ്ചകളിലുണ്ടെങ്കിൽ ജിജി ബ്രദർ, ലിസി സിസ്റ്റർ വെഡിങ് ആനിവേഴ്സറി അല്ലേ? അൺമ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞതല്ല. അതെ അതെ. ആണോ? ഓക്കെ. വേറെ ആരുടെയെങ്കിലും ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉണ്ടോ? ആരുമില്ല. ഓക്കെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. സിസ്റ്റർ ജോലിയിലാണെന്ന് തോന്നുന്നു. ഓക്കെ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങളും സിസ്റ്റർ ജോലിയിലാണ്. എല്ലാ കാര്യങ്ങളും നീട്ടിക്കൊണ്ട് നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കുടുംബമായിട്ട് നമ്മൾ ചേർന്ന് എല്ലാവരും ചേർന്ന്. ഹല്ലേലൂയ. റിനി ബ്രദർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ജിജി ബ്രദറിനെ ലിസിസ്റ്ററിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവെ ഓർത്ത് കർത്താവ് കൊടുത്തിരിക്കുന്ന കർത്താവെ, പുതിയ കർത്താവെ വിവാഹ വാർഷികത്തിന്റെ ദിവസം കർത്താവെ, യേശുവെ കർത്താവെ, ഞങ്ങൾ കർത്താവ് സഭയാ ചേർന്ന് കർത്താവ് അനുഗ്രഹിക്കുന്ന കർത്താവെ, അവരുടെ എല്ലാ മേഖലകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവരുടെ ഭാവി ജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇതിന് കർത്താവെ അവരുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും കർത്താവെ, കർത്താവെ അങ്ങയുടെ കർത്താവെ
ആ അളവറ്റ വലിപ്പ കർത്താവെ, ആ ഒരു സ്നേഹത്തിൽ കർത്താവെ, അങ്ങയുടെ കർത്താവെ അമർത്തി കുലുക്കി കർത്താവെ, ആ കർത്താവെ എല്ലാ മേഖലകളിലും എല്ലാ മണ്ഡലങ്ങളിലും കർത്താവെ അങ്ങ് കർത്താവ് അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവെ. മക്കളെ വീണ്ടും കർത്താവ് സന്നിധി സമർപ്പിക്കുന്ന കർത്താവെ. മക്കളെ രണ്ടുപേരെയും കർത്താവെ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്ന കർത്താവെ. അവരുടെ എല്ലാ മേഖലകളും കർത്താവെ കർത്താവ് ഇവർക്ക് കർത്താവ് ഒരു അനുഗ്രഹമായി മാറട്ടെ കർത്താവെ. ദൈവമേ സഭയ്ക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ ദേശത്തിന് കർത്താവെ ഇവർ കർത്താവെ ഒരു കർത്താവെ നിൽക്കുമ്പോൾ കർത്താവെ ആ ദേശത്തിന് കർത്താവെ ഇവിടെ കർത്താവെ എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറുക കർത്താവ്. ഇവരുടെ കർത്താവെ ഇനിയുള്ള ഭാവി ജീവിതത്തിൽ കർത്താവെ ഒരു വലിയൊരു വഴിത്തിരിവ് കർത്താവ് ഈ ഒരു പുതിയ വർഷം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ കാര്യങ്ങളും കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നാട്ടിലായിരിക്കുന്ന കർത്താവ് ജിജിബോധന മദറിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ എല്ലായിടത്തും കർത്താവിന്റെ കൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ ദൈവമേ. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനാ വിഷയങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. പ്രാർത്ഥനാ വിഷയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് കർത്താവിൻ്റെ വേലയിലേക്ക് വിതയ്ക്കാം. എടുത്ത് സന്തോഷത്തോടെ കർത്താവിൻ്റെ വയലിൽ വിതയ്ക്കുമ്പോൾ സന്തോഷത്തോടെ വേണം വിതയ്ക്കാൻ. ആർപ്പോടെയുള്ള കൊയ്ത്തിന് സന്തോഷത്തോടെ വിതയ്ക്കുന്നത്. നമുക്കറിയാം നമ്മുടെ എൻഡ്യൂറൻസ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് അറിയാവുന്നുണ്ട്. ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ സന്തോഷത്തോടെ വിതയ്ക്കുന്നത്. ബിനു ബ്രദർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വയലിലേക്ക് വിതയ്ക്കുന്നതിനെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ വിതയ്ക്കാം. ഇന്ന് ഈ വിതയ്ക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് പറയാം, വിതയ്ക്കുന്ന ഈ സമയത്ത് സന്തോഷത്തോടെ വിതയ്ക്കുന്നതോട് ഞാനൊരു കാര്യം പറയാം. ആർപ്പോടെയുള്ള കൈത്ത് മുമ്പിൽ കണ്ടുകൊണ്ട് വേണം വിതയ്ക്കാൻ. അതിനെ നിങ്ങളുടെ ഉൾക്കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് വേണം വിതയ്ക്കാൻ. ആ സന്തോഷത്തോടെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് കേട്ടോണ്ട് നിങ്ങളത് കണ്ടുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം അത് കണ്ടുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ലോകത്തിലെ സകലതും ധാരാളമായി അനുഭവിക്കാൻ തന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കാം. ബിനു ബ്രദർ. നല്ല സമയത്തിനായി നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളുടെ വേലയ്ക്കായി വിതയ്ക്കുന്നു കർത്താവെ. കർത്താവെ നീ തന്നതിൽ നിന്ന് ഞങ്ങൾ ഒരു വീതം നിന്റെ വേലയ്ക്കായി വിതയ്ക്കുമ്പോൾ കർത്താവെ അത് ദൈവരാജ്യങ്ങൾക്ക് അനുഗ്രഹമായി ഓരോ മേഖലകൾ അനുഗ്രഹിച്ചതിനായി സ്തോത്രപ്പ. അമർത്തി കുലിക്കുന്ന ആത്മാവിനെ ഞങ്ങളുടെ വഴി തന്ന കൃപയ്ക്കായി സ്തോത്രപ്പ. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിറച്ചതിനായി സ്തോത്രപ്പ. കേട്ട വചനങ്ങൾ കർത്താവെ ഞങ്ങളുടെ മനസ്സിൽ ക്രിയ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ മേഖലകളിലും അപ്പന്റെ സാമീപ്യം കൂടെ ഇരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രപ്പ. സ്വർഗം തുറന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രപ്പ. എല്ലാ നിമിത്തത്തിലും യേശുവിൻ നാമത്തിൽ ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. ഇന്ന് എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്. ഇന്ന് പ്രശ്നങ്ങൾ മുഴുവൻ വിട്ടുകൊടുത്ത അനേകരെ ഫ്രീ ആയിട്ട് ഇവിടെ ഉറങ്ങും. അടുത്ത ആഴ്ച അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കാനും കൂടെ റെഡി ആയിരിക്കും. വഴികളെ തുറക്കുന്നത്, പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുന്നത്, ചൂസ് ചെയ്യാൻ ഇങ്ങനെ കർത്താവേ ഇതോ 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 ഇങ്ങനെ ഓപ്ഷൻസ് വന്ന് നിൽക്കുന്ന പോലെ ഇതുവരെ വിടുതൽ ഒന്നും ടോട്ടൽ ഡാർക്ക്നെസ്സിനകത്തു നിന്ന് ഇതാണോ 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 4 ഓപ്ഷൻ പോലെ വരുന്നത്, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വന്ന് നിന്നുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന അനുഭവത്തിൽ കർത്താവ് നിങ്ങളെ കൊണ്ട് നിർത്തും. അതായത് ഇറ്റ് വാസ് ടോട്ടൽ ഡാർക്ക്നെസ്, ബട്ട് നൗ യു വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ് ടു ചൂസ് വാട്ട്. കർത്താവ് എന്താണ് നീ എന്നെ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യിക്കാതെ എന്ന് പറയുന്നത് പോലെയുള്ള അത്ഭുത അവസ്ഥയിലേക്ക് കർത്താവ് മനസ്സെന്ന് വിശാലപ്പെടുത്തിയാൽ അത്ഭുതങ്ങളിലേക്ക് കർത്താവ് നടത്തിയിരിക്കും നിശ്ചയം. അടുത്ത ആഴ്ച ഈ കേട്ടോണ്ടിരിക്കുന്നവരിൽ നിന്ന് അനേകം സാക്ഷ്യങ്ങൾ കേൾക്കാൻ റെഡി ആയിക്കൊണ്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ നിന്നിൽ അസാധ്യമായിട്ട് ഒന്നുമില്ല, ഞങ്ങൾ നിന്നെ ലിമിറ്റ് ചെയ്യത്തില്ല,
ഒരു കാരണവശാലും കർത്താവിനെ ഞങ്ങൾ ലിമിറ്റ് ചെയ്യത്തില്ല. നിന്റെ രീതിക്ക് കർത്താവിൻ്റെ വഴിയിൽ കർത്താവ് പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എന്ന് കർത്താവ് ഒരു പുതിയ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ലാൻഡ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് പറയുന്നത്, നോ, അങ്ങോട്ടല്ലാതെ അടുത്ത ആഴ്ച മതിയെന്ന്. അതിനി വരുന്ന വഴിക്ക് കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരട്ടെ. എല്ലാ മഹത്വവും കർത്താവിന്. കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവ് തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. അങ്ങേ സ്നേഹിക്കുവാൻ, അങ്ങയുടെ കൂടെ നടക്കുവാൻ ഒക്കെ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനും ഞങ്ങൾക്ക് തന്ന പദവിക്കുമായിട്ടും നിന്നെ മഹത്വപ്പെടുത്തുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് തന്നുകൊണ്ട് ഞങ്ങൾ ഫ്രീ ആയിട്ട് കർത്താവ് ഞങ്ങൾ സന്തോഷിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത സകലതിനും നന്ദി പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആകയാൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും എനിക്ക് പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മളോട് കൂടെ എന്നേക്കുമുള്ളതിനായി സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ പിതാവിനെ ആർത്ത് വിളിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.